കടന്നു വന്ന എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തില് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സൂമിലായിരിക്കുന്നവരും ഓഫ്ലൈനിലായിരിക്കുന്ന എല്ലാവരെയും പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വണക്കാം. ക്രിസ്തുയേശുവിൽ കൂടിയാണ് നിങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ വർഷത്തിന്റെ അവസാനത്തെ മാസം, അതിന്റെ ആദ്യത്തെ ഞായറാഴ്ച അടിയങ്ങൾക്ക് ഒന്നിച്ചു കൂടി വരുവാന് ദൈവം ഒരുക്കി തന്നെ വലിയ ഭാഗ്യത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം കർത്താവേ, നന്ദിയോടെ സ്തോത്രം. 2025 ജാനുവരി 1-ാം തീയതി അടിയങ്ങളെ ഈ റൂമില് ഒന്നിച്ചു കൂടി കർത്താവെ പ്രാർത്ഥിച്ചു ആരാധിച്ചു. ആ സമയം മുതൽ ഈ നിമിഷം വരെ അവിടുത്തെ ഉള്ളംകൈയിൽ ഞങ്ങളെ വഹിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ഒരു കൂടിവരെ പോലും നഷ്ടപ്പെട്ടു പോകുവാൻ ഇടയാകാതെ എല്ലാ ഞായറാഴ്ചയും ഞങ്ങൾക്ക് കൂടി വരുവാന് ദൈവം സാവകാശം ഒരുക്കി തന്നതിനായിട്ട് സ്തോത്രം. അവിടുത്തെ അനേക അഭിഷക്തന്മാരെ ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് അവിടുന്ന് ഒരുക്കിയതിനായിട്ട് സ്തോത്രം കർത്താവേ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൂത് ഞങ്ങൾക്ക് ലഭിച്ചു കർത്താവേ. ദൈവമേ, വർഷത്തിന്റെ അവസാന മാസത്തിലേക്ക് ഞങ്ങൾ കടന്നു വന്നിരിക്കുമ്പോൾ ഞങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാന്, അത്രമാത്രം ഞങ്ങൾ കേട്ട ദൂതിനനുസരിച്ച് ഞങ്ങൾക്ക് ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ സാധിച്ചു എന്ന് പരിശോധിക്കുവാൻ ഇടയാക്കണമേ. ഇന്നത്തെ എല്ലാ ശുശ്രൂഷയിലും അവിടുത്തെ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ. കടന്നു വരുവാനുള്ള എല്ലാവരെയും കൂട്ടിവരുത്തണമേ, എല്ലാവരെയും കൂട്ടിവരുത്തണമേ. അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടായ്മ തരണമേ. എല്ലാം യേശു കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കരുണയോടെ കേൾക്കുമാറാണമേ. ഓപ്പണിംഗ് സോങ്ങിന് ശേഷം പ്രിയ സന്തോഷ് ഓപ്പണിംഗ് പ്രയർ ചെയ്യുന്നതായിരിക്കും. Praise the Lord. Hallelujah. Praise the Lord. Praise the Lord. Amen. Hallelujah. അനുഗ്രഹിക്കപ്പെട്ട ഒരു പകൽക്കാലം കൂടി കർത്താവ് നമുക്ക് ദാനം തന്നതിനായി സ്തോത്രം പറയാം. Hallelujah. നമുക്ക് ആരംഭമായ ഒരു ഗാനം പാടി കർത്താവിനെ ആരാധിക്കാമല്ലോ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. ബാവുചാൻ പറഞ്ഞതുപോലെ ഈ വർഷത്തിന്റെ ആരംഭം മുതൽ ഏതാണ്ട് അവസാന മാസത്തിന്റെ ദിവസങ്ങളിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. ഈ ഒരു ഞായറാഴ്ച കൂടി, ഒന്നാമത്തെ ഞായറാഴ്ച. ഹല്ലേലൂയ. എന്റെ കർത്താവിന്റെ സന്നിധിയിലായിരിക്കുവാൻ യാതൊരു യോഗ്യതയില്ലാത്ത നമ്മളെ അവൻ കൊണ്ടുവന്ന കൃപയ്ക്കായി ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞാട്ട്. ഹല്ലേലൂയ. ഇവിടെയും നാടിലും സൂമിന്റെ പരിധിയിലുമായിരിക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഒരു വർഷക്കാലം നമ്മളെ വിട്ട് കടന്നു പോവുകയാണ്. ജീവൻ തന്ന ദൈവം, ആരോഗ്യം തന്ന ദൈവം, എല്ലാ നന്മകളും തന്ന ദൈവം ശോധനകളൂടെ കടത്തിവിട്ട് നമ്മളെ ഹല്ലേലൂയ അവന്റെ പൈതങ്ങളാക്കി നിലനിർത്തുന്ന ദൈവം. ആ ദൈവത്തിന് സ്തോത്രം പറയാം. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. കരങ്ങൾ അടിച്ച് പാടി കർത്താവിനെ ആരാധിക്കാം. ആമേൻ. ഹല്ലേലൂയ. ഓ ഗ്ലോറി. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. കാഴ്ചയിൽ എന്നെ ഓർത്തവനേ, വീഴ്ചയിൽ എന്നെ കാത്തവനേ. താഴ്ചയിൽ എന്നെ ഓർത്തവനേ, വീഴ്ചയിൽ എന്നെ കാത്തവനേ. കാഴ്ചയാലല്ല വിശ്വാസത്താലേ, വാഴ്ചയേകി നിത്യം ചേർത്തവനേ. കാഴ്ചയാലല്ല വിശ്വാസത്താലേ, വാഴ്ചയേകി നിത്യം ചേർത്തവനേ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. ശത്രുവിൻ തല തകർത്തവനേ, മാത്രയിൽ ജയം തന്നവനേ. ശത്രുവിൻ തല തകർത്തവനേ, മാത്രയിൽ ജയം തന്നവനേ. ശത്രു മുൻപാകെ മേശയൊരുക്കും സ്തുതി മനമേ. ശത്രു മുൻപാകെ മേശയൊരുക്കും സ്തുതി മനമേ. സ്തോത്രഗീതം
മഹശാസനയും നിന്നയുമുള്ള ദിനവുമിതേ. കഷ്ടവും മഹശാസനയും നിന്നയുമുള്ള ദിനവുമിതേ. ഉള്ളം കലക്കും കള്ള സഹോദരൻ പള്ളുര ചെയ്യുകിലെന്തു ഭയം. ഉള്ളം കലക്കും കള്ള സഹോദരർ പള്ളുര ചെയ്യുകിലെന്തു ഭയം. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. ഒന്നിലും പതറിയിടരുതേ, കണ്ണീരിൻ വഴി പോയിടിലും. ഒന്നിലും പതറിയിടരുതേ, കണ്ണീരിൻ വഴി പോയിടിലും. മന്നരിൽ മന്നവൻ നിന്നോടുകൂടെ, എന്നും അവൻ നിന്നെ വഴി നടത്തും. മന്നരിൽ മന്നവൻ നിന്നോടുകൂടെ, എന്നും അവൻ നിന്നെ വഴി നടത്തും. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. പാറയിൽ നിന്നും തേൻ പൊഴിയും, ജീവനീരിൽ നിന്നും കുടിക്കും. പാറയിൽ നിന്നും തേൻ പൊഴിയും, ജീവനീരിൽ നിന്നും കുടിക്കും. മരുഭു പ്രയാണം കഴിയും വരെയും മറയ്ക്കും അവൻ നിന്നെ ചിറകടിയിൽ. മരുഭു പ്രയാണം കഴിയും വരെയും മറയ്ക്കും അവൻ നിന്നെ ചിറകടിയിൽ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. ആശിച്ച ദേശം കാണുകയായി, ക്ലേശമഖിലവും നീങ്ങുകയായി. ആശിച്ച ദേശം കാണുകയായി, ക്ലേശമഖിലവും നീങ്ങുകയായി. യേശു മണാളൻ ചേർത്തിടും വേഗം, ആശില്ല മണവാട്ടിയായ നിന്നെ. യേശു മണാളൻ ചേർത്തിടും വേഗം, ആശില്ല മണവാട്ടിയായ നിന്നെ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. കർത്താവ് ജയം നൽകും നിശ്ചയം. ഹല്ലേലൂയ. അതിനായി നമുക്ക് നമ്മുടെ തന്നെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. നമുക്ക് കണ്ണുകളടയ്ക്കാൻ, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, 2025 ആണ്ടിന്റെ ആരംഭം മുതൽ 2025 ആണ്ടിന്റെ അവസാന മാസത്തെ 6-ാം തീയതി വരെയും ദൈവം നമ്മളെ കാത്ത് പരിപാലിച്ച ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. കർത്താവേ, ജനുവരി 1 കണ്ടവർ, കർത്താവേ, ഇന്നലെ ദിവസം വരെയും കാണുന്ന അനേകം പേരെ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ പാപികളായ നമുക്ക് ഒരു പ്രാവശ്യം കൂടെ എൻ്റെ കർത്താവിനെ പാടുവാനും സ്തുതിപ്പാനും എന്ന കൃപയോർത്ത് സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. അനേകം പേർ ആശുപത്രി ഭവനങ്ങളിൽ രോഗികളായിട്ട് കഴിയുന്നു. അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതിനൊക്കെയും വിടുവിച്ച് നമ്മളെ കാത്ത് ഓരോ ദിവസവും പോറ്റി പ്രവർത്തിയ ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. എത്ര നന്ദി പറഞ്ഞാൽ നമുക്ക് മതി വരില്ല. ഓരോ ദിവസവും നമ്മളെ പോറ്റി പുലർത്തുന്നു. നാം ഓടിക്കുന്ന വാഹനത്തിന്റെ മുൻപടെ പിൻപടെയായി നമ്മോട് കൂടെ നമ്മുടെ ദൈവം കൂടെ ഉണ്ട്. നമ്മളെ ഒരു പോറിൽ പോലും ഏൽക്കാതെ ഈ സമയം വരെ നമ്മളെ കാത്ത് പരിപാലിച്ചു. ഇന്നലെ ഉറങ്ങിയവർ ഈ പ്രഭാതം കാണാൻ അതിലൊത്തുനിന്ന് മാറ്റപ്പെട്ടു. അനേകം പേർ പല വിധമായ പ്രയാസത്തിലും ഭാരത്താലും ഭാരപ്പെടുമ്പോഴൊക്കെയും നമ്മളെ ജോത്സ്യമായി നമ്മുടെ കൂട്ടായ്മയെ കൂട്ടി ഒരു ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ദേവാലയത്തിൽ പോകാനും ശുശ്രൂഷയിൽ പങ്കെടുക്കാനും ഒക്കെയും ദൈവം നമുക്ക് ആയുസ്സ് ഇറങ്ങി തന്നു. അനേകർക്ക് ലഭിക്കാത്ത ഒരു ഭാഗ്യം നമുക്ക് തന്നതിനായി സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം.
നാം നമ്മുടെ കർത്താവിനോട് എന്താവശ്യപ്പെട്ടാലും അതിന് തക്ക സമയത്ത് മറുപടി തരുന്ന ദൈവമാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ള ദൈവം. ദൈവമായ കർത്താവെ, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ എൻ്റെ മോന്റെ കർത്താവെ എൻഡോസ്കോപ്പി ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഭാരപ്പെട്ട് പ്രയാസപ്പെട്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ പള്ളിയുടെ കമ്മിറ്റി മീറ്റിംഗ് ആയിരുന്നു. ഞാൻ അതിന് പോലും പോകാതെ എനിക്കിവിടെ വന്ന് ദൈവത്തെ പാടി ആരാധിച്ച് ആ ഒരു വിഷയം പറയണമെന്ന് ആഗ്രഹിച്ച് വന്നു. ഞാൻ അതുപോലെ തന്നെ പറഞ്ഞു. പ്രാർത്ഥിച്ചതിന്റെ മറുപടി എനിക്ക് ദൈവം തന്നു. യാതൊരു കുഴപ്പമില്ല, ബേസിക്കായിട്ട് വിട്ടിരിക്കുന്നു. ഞാൻ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു. അതിന് റിസൾട്ട് ദൈവം എനിക്ക് നെഗറ്റീവായിട്ട് തരുമെന്ന് ഞാൻ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു. ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, എല്ലാവരും ഒരുപോലെ അനുഗ്രഹിക്കുമാറാണോ എന്ന് പ്രാർത്ഥിക്കണം. പച്ച കർത്താവെ, നാം നമ്മുടെ ദൈവത്തിന് മുൻപാകെ എന്താവശ്യം പറഞ്ഞാലും നമ്മൾ ഒരു നാളും കൈവിടാത്ത ദൈവം നമ്മോട് കൂടെ ഉണ്ട്. എന്തെല്ലാം ഭാരം പ്രയാസം നമ്മുടെ ഉണ്ടെങ്കിലും നമ്മുടെ കർത്താവിന് മുൻപാകെ സമർപ്പിച്ചാൽ അതിനൊക്കെയും ദൈവം മറുപടി തരുന്ന ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളത്. കർത്താവെ, ഈ പ്രേയർ ലീഡ് ചെയ്യുന്നതിന്റെ മക്കളെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ബാബുശാനെ ഓർത്ത് പ്രാർത്ഥിക്കാം. തോമസുട്ടിച്ചാനെ ഓർത്ത് പ്രാർത്ഥിക്കാം. രാൻചാനെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ ബേക്കുട്ടിച്ചാനെയും കുടുംബത്തെ ഓർത്ത് സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ബേക്കുട്ടിച്ചാൻ കഴിഞ്ഞ ആഴ്ച പനിയുടെ അവസ്ഥ മുഖാന്തരം കഴിഞ്ഞ ആഴ്ച മീറ്റിങ്ങിന് കയറിയില്ലെന്ന് എന്നോട് പറഞ്ഞു. എന്നാലും അച്ഛന് സൗഖ്യം കൊടുത്തതിനായി സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. കർത്താവെ, സിസ്റ്റം കൈകാര്യം ചെയ്യുന്നതിന്റെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവ്, നീ അവരോട് കൂടെ ഇരിക്കുമാറാണ് നമുക്ക് പ്രാർത്ഥിക്കാം. ഗായസംഘത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. മനോഹരമായി പാടുന്ന പാട്ടുകൾ കേൾക്കുന്നവർക്കൊക്കെ ഈ അനുഗ്രഹമേറ്റനും കർത്താവെ ഇടയാക്കുമാറാണ് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഓരോ ആഴ്ചയിൽ നടക്കുന്ന ശുശ്രൂഷ ഓർത്ത് പ്രാർത്ഥിക്കാം. വചനം പറഞ്ഞിരിക്കുന്ന മക്കളെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. നമുക്ക് ദൈവമായ കർത്താവെ, ഒന്നാമത്തെ പ്രേരണയെ കുറിച്ച് ഞങ്ങൾ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു. തക്ക സമയത്ത് ഹോളൊക്കെ ലഭിച്ചതിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതിന് മെസ്സേജിന് കടന്നതിനെ പ്രിയ ദാസനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഏതാത്മാവിൽ വചനം എഴുതിയോ അതേ ആത്മാവിൽ വചനം വരുമ്പോൾ മോനെ ഇവർക്കുമാറാവണേ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ കൺവെൻഷൻ നടത്തുന്ന ഒന്നാമത്തെ പേർ നടത്തുമെന്ന് പറയാനല്ല, അനേകം പേർ വന്ന് ഈ കൂട്ടായ്മയെ വന്ന് അനുഗ്രഹം പ്രാവശ്യം മടങ്ങിപ്പോ ഇടയാക്കുമാറാണവേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, സങ്കീർത്തനത്തിന്റെ മകനെ ഓർത്ത് പ്രാർത്ഥിക്കാം. വചനപ്രതിന്റെ ദാസനെ ഓർത്ത് പ്രാർത്ഥിക്കാം. മധ്യസ്ഥമാലിയുടെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങൾക്ക് നൽകില്ല നന്മകൾക്കാട് സ്തുതിക്കുന്ന പറ്റാ സ്തോത്രം ചെയ്യുന്നു. പുറമോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങൾ എത്ര അതിശയരമായി ഒരു ദിവസം പറ്റും കൃപകൾക്കാട് സ്തുതിക്കുന്ന പറ്റാ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, സൂവിലും ഉള്ളായിരിക്കുന്ന മക്കളെ എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആയിരിക്കുന്ന അവരെ കാക്കണേ, പരിപാലിക്കണവേ എന്ന് പ്രാർത്ഥിക്കുന്നു. പക്ഷെ കർത്താവെ, അല്പസമയം ഞങ്ങൾ താണിരിക്കുമ്പോൾ നിന്റെ സാധ്യതകൾ നിറയ്ക്കുമാറാവണം. ഞങ്ങൾക്കായി ജീവൻ തന്ന യേശുനാം ജഡിന്റെ പ്രാർത്ഥന കേൾക്കുമാറാണമേ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സങ്കീർത്തന ധ്യാനത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന സങ്കീർത്തനം 87 സങ്കീർത്തനമാണല്ലോ. 87 സങ്കീർത്തനം നമുക്ക് വാക്യം പ്രതി വാക്യമായിട്ട് വായിക്കാം. സാംസ് 87. യഹോവ വിശുദ്ധ പർവ്വതത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന നഗരത്തെ, സിയോന്റെ പടിവാതിലിൽ തന്നെ യാക്കോബിന്റെ സകല നിവാസങ്ങളെക്കാളും അധികം സ്നേഹിക്കുന്നു. ദൈവത്തിന്റെ നഗരമേ, നിന്നെ കുറിച്ച് മഹത്വമുള്ള കാര്യങ്ങൾ അരുളി ചെയ്തിരിക്കുന്നു. ഞാൻ എന്റെ പരിചയക്കാരുടെ കൂടുതൽ ജനിച്ചു. ഇവനും അവനും അവിടെ ജനിച്ചു എന്ന് സിയോനെ കുറിച്ച് പറയും. അത്യുന്നതൻ തന്നെ അതിനെ സ്ഥാപിച്ചിരിക്കുന്നു. യഹോവ വംശങ്ങളെ എഴുതുമ്പോൾ ഒരുമിച്ച് വായിക്കാം. എന്റെ ഉറപ്പുകളാകുന്നു എന്ന് ഒരുപോലെ പറയും. ദൈവത്തിന് സ്തോത്രം. വളരെ ചുരുങ്ങിയ ഏകദേശം 7 വാക്യങ്ങൾ മാത്രമുള്ളതായ ഒരു ചെറിയ സങ്കീർത്തനമാണ് ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ സങ്കീർത്തനം എഴുതിയിരിക്കുന്നത് കോരഹപുത്രന്മാരാണെന്ന് അതിന്റെ ശീർഷകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നമുക്കറിയാമല്ലോ, നമ്മ ഒരു വേദഭാഗം വായിക്കുകയോ ഒരു പ്രസംഗം കേൾക്കുകയോ ചെയ്യുകയാണെങ്കിൽ 1-2 പ്രാവശ്യം അതൊന്ന് റിപ്പീറ്റ് ചെയ്യാനായിട്ടൊക്കെ നമ്മൾ ആഗ്രഹിക്കും. എന്നാൽ പാട്ടുകൾ എന്ന് പറയുമ്പോൾ അത് നമ്മൾ
ആത്മാർത്ഥമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കും. വീണ്ടും വീണ്ടും നാം പാടാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും, അതിന്റെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട്. ഇവിടെ ഈ സങ്കീർത്തനം കോരഹപുത്രന്മാരുടെ ഒരു ഗീതം എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇതൊരു പാട്ടാണ്. മറ്റ് സങ്കീർത്തനങ്ങളെ കുറിച്ച് പറയുമ്പോൾ കോരഹപുത്രന്മാരുടെ ഒരു സങ്കീർത്തനമെന്നും അല്ലെങ്കിൽ അവരുടെ ഒരു പ്രാർത്ഥനയെന്നും ഒക്കെയാണ് എഴുതിയിരിക്കുന്നത്. ഇതൊരു പാട്ടായിട്ടാണ് നമുക്ക് ഇവിടെ വിവരിച്ചു തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇതിന്റെ അർത്ഥത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ചെറിയൊരു സങ്കീർത്തനത്തെ നമുക്ക് ധ്യാനിക്കുവാനായിട്ട് ശ്രമിക്കാം. ഈ സങ്കീർത്തനത്തെ 3 വിഭാഗമായിട്ട് തിരിച്ച് ചിന്തിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ സിയോനെ കുറിച്ചും അതിന്റെ മഹിമയെക്കുറിച്ചും അവിടെ വർണ്ണിച്ചിട്ടുണ്ട്. 4 മുതൽ 6 വരെ സിയോൻ അനേക ജാതികൾക്ക് ഒരു മാതൃനഗരമായിരിക്കുന്നു എന്ന് അവിടെ വിവരിച്ച് പറയുകയാണ്. അതിനുശേഷം 7-ാമത്തെ വാക്യത്തിൽ കാണിക്കുന്നത് സിയോനിൽ വസിക്കുന്നവരുടെ ഉല്ലാസത്തെ കുറിച്ചാണ്. ഈ 3 കാര്യങ്ങളാണ് അവിടെ നാം ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. 1, സിയോന്റെ മഹിമ. 2, സിയോനിൽ ആരൊക്കെ ഉണ്ട്. 3, സിയോനിൽ വസിക്കുന്നവരുടെ ഉല്ലാസം, അവരുടെ സന്തോഷം. 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നോക്കിയാൽ അവിടെ എഴുതിയപ്പെട്ടിരിക്കുന്ന യഹോവ വിശുദ്ധ പർവ്വതത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന നഗരം. ഒരു നഗരത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. വിശുദ്ധ പർവ്വതത്തിൽ സ്ഥാപിച്ചിരിക്കുന്നതായ നഗരം. അത് ഇവിടെ സ്ഥാപിച്ചതിനെ കുറിച്ചല്ല അത് പറയുന്നത്. ദൈവം സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു നഗരത്തെ കുറിച്ചാണ് ഇവിടെ വിവരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, പർവ്വതങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ സീനായി പർവ്വതമെന്നും യെരൂശലേമിന്റെ ചുറ്റുമുള്ള പർവ്വതങ്ങളെന്നും ഒക്കെ നാം പറഞ്ഞ് അല്ലെങ്കിൽ വായിച്ച് മനസ്സിലാക്കുന്നവരാണ്. എന്നാൽ ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നത് ഒരു പർവ്വതം, വിശുദ്ധ പർവ്വതത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന നഗരം. ഈ പുറം രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെ പോവുകയും വിസിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ചില രാജ്യങ്ങളിലെ പേരുകളൊക്കെ, അല്ലെങ്കിൽ റോഡിന്റെ പേരുകളും അല്ലെങ്കിൽ സിറ്റിയുടെ പേരുകളും ഒക്കെ റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ ഞാൻ പറയും, ഇവിടെ നമ്മുടെ ബിസിനസ് ബേ അല്ലെങ്കിൽ ടൗൺ സ്ക്വയർ, അത് മറ്റു രാജ്യത്ത് ചെന്നാൽ അവിടെയും കാണാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ ഉള്ള പേരുകൾ. എന്ന് പറഞ്ഞതുപോലെയാണ് സ്വർഗത്തിൽ സ്ഥാപിതമായിരിക്കുന്നത് ഭൂമിയിലും ദൈവം അതിനൊരു റിപ്ലിക്ക നമ്മെ കാണിച്ചത്. ഇവിടെ ഈ പർവ്വതങ്ങളെ അല്ലെങ്കിൽ നഗരത്തെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് യഹോവ വിശുദ്ധ പർവ്വതത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന നഗരത്തെ, സിയോന്റെ പടിവാതിലുകളെ തന്നെ. ഇവിടെ സിയോനെ കുറിച്ചാണ് പറയുന്നത്. ഈ ലോകത്തിൽ സിയോൻ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അതിനെ കാണിക്കുന്നത് യെരൂശലേമിനെ പറ്റി പറഞ്ഞുകൊണ്ടാണ്. യെരൂശലേമിനെ പറ്റി ഉള്ള വർണ്ണനയിലാണ് നമുക്ക് സിയോനെ കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. 2-ാം വാക്യത്തിൽ പറയുന്നു, സിയോന്റെ പടിവാതിലുകൾ യാക്കോബ് ഗൃഹത്തെക്കാളും യഹൂദ ഗൃഹത്തെക്കാളും അധികം മഹത്വം അല്ലെങ്കിൽ മഹിമ ഉള്ളതാണ്. ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന നഗരത്തെക്കാളൊക്കെ യെരൂശലേം എന്ന് പറയുന്നത് യാക്കോബിന്റെയും യഹൂദയുടെയും ഒക്കെ വർണ്ണനകൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. ജാതികളെ കുറിച്ചും അല്ലെ അവിടെ ഉള്ളവരെ കുറിച്ചും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇതിനെക്കാട്ടിലൊക്കെ മഹിമയുള്ളതാണ് സ്വർഗീയമായ സിയോൻ, ദൈവം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നതായ നഗരം എന്നാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്. പുതിയ അല്ലെങ്കിൽ അത് കാണിക്കുന്നത് പുതിയ യെരൂശലേമിനെ കുറിച്ചാണ് നമ്മെ ഓർപ്പിക്കുവാനായിട്ട് ഇവിടെ സങ്കീർത്തനക്കാർ ആഗ്രഹിക്കുന്നു. 3-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ദൈവത്തിന്റെ നഗരമേ, നിന്നെക്കുറിച്ച് മഹത്വമുള്ള കാര്യങ്ങൾ അരുളി ചെയ്തിരിക്കുന്നു. ഈ സിയോനെ കുറിച്ച് ഒത്തിരി മഹത്വമുള്ള കാര്യങ്ങൾ അരുളി ചെയ്തു. നമ്മുടെ വചനത്തില്
പല ഭാഗങ്ങളിലും ഈ യെരുശലേമിനെ കുറിച്ച് വിവിധ രീതിയിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് എഴുതി ചേർത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ ശാലേം എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. പിന്നെ സങ്കീർത്തനം 87, നമ്മൾ ഇന്ന് വായിച്ച സങ്കീർത്തനത്തിന്റെ 2-ാം വാക്യത്തിൽ പറയുന്നു ദൈവത്തിന്റെ നഗരം. അതുപോലെ തന്നെ വേറൊരു ഭാഗത്ത് പറയുന്നു നമ്മിൽ ഇണങ്ങിയ നഗരമായി പണി കഴിക്കപ്പെട്ട യെരുശലേം. വേറൊരു ഭാഗത്ത് പറയുന്നു എന്റെ നഗരം, വിശുദ്ധ നഗരം, യഹോവയുടെ നഗരം, സത്യ നഗരം, മഹാരാജാവിന്റെ നഗരം. ഇങ്ങനെ പല രീതിയിൽ നമ്മെ ഈ ശാലേമിനെ കുറിച്ച് വിവരിക്കുക. നമ്മൾ ഈ ലോകത്തിൽ ഉള്ളതിനേക്കാൾ അധികമായിട്ട് ദൈവം നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരു പർവ്വതത്തിൽ ഒരു നഗരം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് നാം അറിവുള്ളവർ ആയിരിക്കണമെന്നാണ് ഈ ഭാഗം നമ്മെ ഓർപ്പിക്കുന്നത്. രണ്ടാമതായിട്ട് 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ നാം കാണുന്നത്, ഞാൻ എൻ്റെ പരിചയക്കാരുടെ കൂട്ടത്തിൽ രഹബിനെയും ബാബേലിനെയും ഫെലിസ്ത്യർ, സോർ, കൂശ് എന്നിവരെയും പ്രസ്താവിക്കും. ഇവർ അവിടെ ജനിച്ചു. ഈ പറഞ്ഞ സ്ഥലം സിയോനിൽ, സ്വർഗത്തിലുള്ള യെരുശലേമിൽ ആരൊക്കെ ഉൾപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുവാനായിട്ട്. നമുക്കറിയാം, നമ്മളൊരു ഡെവലപ്ഡ് കൺട്രിയുടെ ഒരു പാസ്പോർട്ട് ഹോൾഡർ ആണെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് അത് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അത് തെറ്റൊന്നുമല്ല. ഒരു അമേരിക്കൻ സിറ്റിസൺ ആണെന്ന് പറയുന്നത് അതൊരു അഭിമാനകരമായ ഒരു കാര്യം. എന്ന് പറഞ്ഞതുപോലെ ഈ സിയോന്റെ സിറ്റിസൺ അല്ലെങ്കിൽ സിയോന്റെ പാസ്പോർട്ട് എന്ന് പറയുന്നത് അതൊരു അഭിമാനകരമായ ഒരു കാര്യം. അതാ നമ്മളെ ഓർപ്പിക്കുന്നത്. ഈ സിയോനിൽ ആരൊക്കെ ഉണ്ട് എന്നാണ് അവിടെ പറയുവാനായിട്ട്. യെരുശലേമിന് ചുറ്റും ഒത്തിരി ആൾക്കാരുണ്ട്, ഒത്തിരി ജാതികളുണ്ട്. അവരെ ഒക്കെ കൂട്ടി വരുത്തുന്ന ഒരു സ്ഥലമാണ് യെരുശലേം. എന്ന് പറഞ്ഞതുപോലെ സിയോനിൽ നമ്മളെല്ലാവരും ചെന്നെത്തേണ്ട ഒരു സ്ഥലമായിട്ടാണ് നമ്മളെ ഇവിടെ ഓർപ്പിക്കുന്നത്. ആ സിയോനിന്റെ പാസ്പോർട്ട് കിട്ടാൻ അല്ലെങ്കിൽ അതിന്റെ ഒരു സിറ്റിസൺ ആകാനായിട്ട് ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നു. അതിനായിട്ട് നമ്മൾ വാഞ്ചിക്കുന്നവരായിരിക്കണം എന്നാണ് പറയുന്നത്. ഇവിടെ പറയുന്നു, പരിചയക്കാരുടെ കൂട്ടത്തിൽ രഹബുണ്ട്, ബാബേലുണ്ട്, ഫെലിസ്ത്യരുണ്ട്, സോറുണ്ട്, കൂശ്, ഇവരെല്ലാം അതിനകത്തുണ്ട്. ഈ കർത്താവ് ഒരുക്കുന്നതായ ആ സിയോനിൽ സകല ജാതികളും സകല വംശങ്ങളും, അതിനകത്തൊരു ഇന്ന കളറെന്നോ ഇന്ന ഇതാണെന്നോ ഇന്ന നാഷണാലിറ്റി ഒന്നുമില്ല. എല്ലാവരെയും ചേർക്കുവാനായിട്ട് ഒരു നഗരം കർത്താവ് ഈ പർവ്വതത്തിൽ നമുക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട് എന്ന് ഇവിടെ നമ്മെ ഓർപ്പിക്കുവാനായിട്ട് ശ്രമിക്കുക. ഈ നഗരത്തെക്കുറിച്ച് അല്ലെങ്കിൽ യെരുശലേമിനെ കുറിച്ച് പല രീതിയിൽ പ്രസ്താവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. യെരുശലേം അത് ഈ ലോകത്തിന്റെ കേന്ദ്ര ബിന്ദുവാണെന്ന് പറയുന്നുണ്ട്. അബ്രഹാം തന്റെ മകനെ യാഗം കഴിക്കുവാനായിട്ട് കൊണ്ടുവന്ന സ്ഥലം എന്ന് പറയുന്നുണ്ട്. ദാവീദിന്റെ നഗരമാണെന്ന് പറയുന്നുണ്ട്. അവിടെയാണ് ദേവാലയം സ്ഥാപിതമായ സ്ഥലം എന്ന് പറയുന്നുണ്ട്. നമ്മുടെ കർത്താവ് ജനിക്കുകയും പ്രവർത്തിക്കുകയും അവിടെ ക്രൂശിതനാകുകയും അവിടുന്ന് മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും സ്വർഗാരോഹണം ചെയ്തതും ഈ സ്ഥലത്ത് തന്നെയാണ്. ഇനിയും എൻ്റെ കർത്താവ് ആ സ്ഥലത്ത് തന്നെയാണ് വരാനിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് യെരുശലേമിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് നാം അറിയുന്നു എങ്കിൽ സ്വർഗീയ സിയോനെ കുറിച്ചുള്ളതായ ഒരു ഇമ്പോർട്ടൻസ്, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എന്താണ്, ഇതിനെക്കാട്ടിലും എത്രയോ മടങ്ങ് മനോഹരവും അല്ലെങ്കിൽ അതിശയിപ്പിക്കുന്നതുമാണ് ആ സിയോൻ. അതിനെക്കുറിച്ചൊരു വാഞ്ച,
എനിക്കും നിനക്കും ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. അവിടുത്തെ ഒരു പാസ്പോർട്ട് അല്ലെങ്കിൽ അവിടുത്തെ ഒരു സിറ്റിസൺ ഞാൻ അതിലുണ്ടോ? എൻ്റെ ഭാര്യ അതിലുണ്ടോ? എൻ്റെ ഭർത്താവ് അതിലുണ്ടോ? എൻ്റെ മക്കളുണ്ടോ? എൻ്റെ മരുമക്കളുണ്ടോ എന്ന് ചിന്തിപ്പാൻ ദൈവം നമ്മോട് ചോദിക്കുകയാണ്. ഈ സിയോനിൽ ചെല്ലുവാനായിട്ട് അല്ലെങ്കിൽ ഇതിന്റെ ഒരു സിറ്റിസൺ ആകുവാനായിട്ട് ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടോ? ഇവിടെ സകല ജാതികളും എത്തിച്ചേരും. നാം നാണിച്ചു പോകരുത്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന നല്ല ആയുസ്സിൽ ആ സിയോനിലേക്ക് ചെല്ലുവാനുള്ള വാഞ്ചയോടെ ഈ പ്രദേശത്ത് അല്ലെങ്കിൽ ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കാം. ഈ കൂട്ടായ്മകളൊക്കെ അതിനു വേണ്ടിയാണ് ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്നത്. എന്തിനാണ് നമ്മൾ ഈ ഉറക്കളിച്ച് ഇവിടെ അല്പസമയം വന്ന് ഇരിക്കുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്നത്? ആ സിയോനിലേക്ക് പോകണം എന്നുള്ളതായ വാഞ്ചയോടുകൂടെയാണ്. നമ്മുടെ ഭക്തന്മാർ, ദൈവത്തിൽ ഭക്തിയോടെ ജീവിച്ച എത്രയോ പേര് ഇതിനായിട്ട് വാഞ്ചിച്ച് മോഹിച്ച്, എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഞാൻ ഓർക്കും, കൺവെൻഷനിലൊക്കെ പോകുമ്പോൾ അന്നത്തെ ഈ നമ്മുടെ ജോർജ് ചെറിയാൻ സാറിന്റെ ഒക്കെ ഫാദറിന്റെ ഒക്കെ പ്രസംഗമൊക്കെ കേൾക്കാമെങ്കിൽ അന്ന് അവിടെ പാടുന്ന പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ ആ സിയോനിലേക്കുള്ള യാത്ര മറന്നുപോകും. ആ യാത്ര മുടങ്ങിപ്പോകരുത്. ആരും അത് തകർത്ത് കളയുവാൻ ഇടയാക്കരുത്. അവിടെ എത്തിച്ചേരും വരെ ഉദ്ദേശത്തോടെ, നല്ല ലക്ഷ്യത്തോടെ ആ യാത്ര ചെയ്യുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അതുകൊണ്ട് ആ സിയോനിൽ അംഗമായിരിക്കാൻ തക്കവണ്ണം കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. അഞ്ചാമത്തെ വാക്യത്തില് ഇവനും അവനും അവിടെ ജനിച്ചു എന്ന് സിയോനെ കുറിച്ച് പറയുന്നു. എല്ലാവരും അവിടെയാണ്, അവരുടെ ഒറിജിൻ അല്ലെങ്കിൽ അവിടെ തിരിച്ച് അവിടെ തന്നെ ചെല്ലേണ്ടവരാണ്. എന്ന ഇവനും അവനും യഹോവ വംശങ്ങളെ എഴുതുമ്പോൾ ഇവൻ അവിടെ ജനിച്ചു എന്ന് എണ്ണും. എന്താണ് വംശങ്ങളെ എഴുതുമ്പോൾ എന്ന് പറഞ്ഞത്? ആ ജീവന്റെ പുസ്തകത്തിൽ നമ്മുടെ ഈ പേര് ഉണ്ടായിരിക്കണം. മറ്റുള്ളവരുടെ പേര് എഴുതുമ്പോൾ എന്റെയും നിന്റെയും പേര് അതിലുണ്ടായിരിക്കാൻ ദൈവമേ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മൂന്നാമതായിട്ട് 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതേണ്ടത്. സിയോനിൽ വസിക്കുന്നവരുടെ ഉല്ലാസത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ പറയുന്നു, എന്റെ ഉറവുകളൊക്കെയും നിന്നിൽ നിന്നാകുന്നു എന്ന് സംഗീതക്കാരും നൃത്തം ചെയ്യുന്നവരും ഒരുപോലെ. ഉറവുകൾ, നമ്മുടെ എല്ലാ സ്രോതസ്സുകളും ദൈവത്തിൽ നിന്നാണ്. നാം ആയിരിക്കുന്നതും നാം ജീവിക്കുന്നതും നാം പ്രവർത്തിക്കുന്നതും നമുക്ക് ലഭിക്കുന്നതും എല്ലാം ദൈവത്തിൽ നിന്നാണ്. ആരാണ് നൃത്തം ചെയ്യുന്നത്? ആരാണ് സന്തോഷമുള്ളവർ? അപ്പോൾ സിയോനിൽ വസിക്കുന്നവർ സന്തോഷമുള്ളവർ, അതിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരും സന്തോഷിക്കുന്നവരാണ്. അതെപ്പോഴും സന്തോഷിക്കുന്നവരും ആർക്കുന്നവരും പാട്ടുപാടുന്നവരുമായി നമുക്ക് ഒരുമിച്ച് ഈ കൂട്ടായ്മ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. ഇന്ന് നമുക്കറിയാമല്ലോ, നമുക്ക് നല്ല കൊയറാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതുപോലെ ഒന്ന് സൗണ്ട് വെച്ചൊന്ന് പാട്ട് പാടാനായിട്ട് എവിടെയെങ്കിലും സാധിക്കും? ഞാൻ ചിലപ്പോൾ ഓർക്കും, ഇത് വലിയ സൗണ്ട് നമുക്ക് കേൾക്കുമ്പോൾ അങ്ങ് എത്ര ഡിഗ്രി വേണമെങ്കിലും നമുക്ക് റൈസ് ചെയ്യാം ആ സൗണ്ട്. അത് ഇവിടെ മാത്രമേ നമുക്ക് ലഭിക്കൂ. നമുക്ക് ആരാധനകൾ, പല ആരാധനയ്ക്ക് പോയാലും നമുക്ക് അങ്ങനെ ലഭിക്കുകയും, എന്നാൽ എത്രയും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ലഭിക്കുന്ന അവസരങ്ങൾ നഷ്ടപ്പെടുത്താതെ സന്തോഷത്തോടെ ഈ ലോക ജീവിതം ജീവിച്ച് ആ സിയോൻ യാത്രക്കാരാ നമുക്ക് അവിടെ എത്തിച്ചേരാം. അതിനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സംഗീതം പ്രഖ്യാപിക്കുന്നു. പ്രൈസ് ലോർഡ്. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ ഉണക്കാം. അല്പസമയം മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമ്മൾ വരിക. എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കണം, ഓൺലൈനിലും ഓഫ്ലൈനിലുള്ളവർ. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ കൂട്ടി വരുത്തിയല്ലോ, നന്ദിയോടെ സ്തോത്രം. 2025 അവസാന മാസത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ 11 മാസക്കാലം ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ വ്യാപരിച്ചു. ഹല്ലേലൂയ. ഈ 2025 ഡിസംബർ മാസം ആദ്യ
വിശുദ്ധ ദിവസത്തിൽ ഒത്തൊരുമിച്ച് കൂടി വരുവാൻ ദൈവം ഇടയാക്കിയ മുഖാന്തരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. പോൾ പ്രസാദ് ബ്രദർ പറഞ്ഞ പോലെ സിയോനിൽ നമ്മൾ എത്തപ്പെടേണ്ടത് ജീവിതത്തിൽ ആവശ്യമാണ്. നമ്മൾ തള്ളപ്പെട്ടു പോകാൻ ഇടയാകില്ല. ഹല്ലേലൂയ. കർത്താവേ, എൻ്റെ ഓട്ടവും അധ്വാനവും ഒന്നും വൃഥാവായി പോകാതെ കർത്താവേ, ഹല്ലേലൂയ, സിയോനിൽ ഹല്ലേലൂയ മറ്റുള്ളവരുടെ കൂട്ടത്തിലും അടിയങ്ങള് ഹല്ലേലൂയ കുടുംബമായിട്ട് കാണുവാൻ ദൈവമേ സഹായിക്കുമാറാണ് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുറവുകളൊക്കെ കണ്ടെത്തി ദൈവസേനയിൽ ഏറ്റുപറയേണ്ടിയ ഒരു ദിവസമായി തീരുവാൻ ഹല്ലേലൂയ ഇന്നത്തെ ദിവസം സഹായിക്കട്ടെ. തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്കൊരു തിരിഞ്ഞു നോട്ടത്തിന്റെ ദിവസമായി തീരുവാൻ കർത്താവെ കൃപ നൽകുമാറാണമേ എന്നൊക്കെ പ്രാർത്ഥിക്കാം. നമുക്കൊരു യോഗ്യത അർഹതയില്ല. നമ്മളെക്കാൾ സമപ്രായക്കാര്, പ്രായം കുറഞ്ഞവര്, പ്രായം കൂടിയവരൊക്കെ ഈ ലോകത്തിൽ നിന്ന് പെട്ടെന്ന് മാറ്റപ്പെട്ടു. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. പലരും രോഗികളായി ഹല്ലേലൂയ ആശുപത്രി കിടക്കയിലും ആയിരിക്കുമ്പോൾ കർത്താവ് നമുക്ക് തന്ന വിടുതലിനെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം. രോഗം വരത്തില്ല എന്നല്ല, ദൈവമക്കൾക്കൊക്കെ രോഗം വരും. എന്നാൽ ഹല്ലേലൂയ അതിന്മേൽ വിടുതൽ തരുന്നൊരു ദൈവമുണ്ട്. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ ആ ദൈവത്തെ മുറുകെ പറ്റുവാൻ, മുറുകെ പിടിക്കുവാൻ കർത്താവേ കൃപ തരുമാറാണമേ എന്നൊക്കെ പ്രാർത്ഥിക്കാം. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ ഹല്ലേലൂയ കർത്താവെ കൃപ തരുമാറാണ് പ്രാർത്ഥിക്കാം. വീണ്ടും വരുന്നതിനായ യേശു ക്രിസ്തുവിൽ ഹല്ലേലൂയ നമ്മുടെ ജീവിതം സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതയാത്ര മുന്നോട്ട് നയിക്കാം. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ കഴിഞ്ഞ 40 വർഷമായ ഒരു കൂട്ടായ്മയായി ദേശത്ത് നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ ഇടയാക്കിയത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ അനേകർ ഹല്ലേലൂയ കൂട്ടായ്മയിൽ വന്ന് സംബന്ധിച്ച് ഹല്ലേലൂയ ഇപ്പോൾ നാട്ടിലും വിദേശത്തൊക്കെ ആയിരിക്കുന്നു. അവർക്കായി നമുക്ക് സ്തോത്രം കരയേറ്റാം. ഹല്ലേലൂയ അനേക ഹല്ലേലൂയ ദൈവത്തിന്റെ ഭക്തന്മാർ വന്ന് വചനം ശുശ്രൂഷിച്ചിട്ടുണ്ട്. അവർക്കായി നമുക്ക് സ്തോത്രം കരയേറ്റാം. അവരുടെ ശുശ്രൂഷകളെ ഓർത്ത് നമുക്ക് നന്ദി കരയേറ്റാം. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ നന്ദിയോടെ സ്തോത്രം. ഓഫ്ലൈനായും ഓൺലൈനായി ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായും നമുക്ക് ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ അവൻ നല്ലവനല്ലോ, അവന്റെ നേക്കുള്ളതെന്ന് വീണ്ടും പറയുവാൻ കർത്താവ് സഹായിച്ചതിനായി നമുക്ക് നന്ദിയോടെ സ്തോത്രം. നമ്മുടെ താഴ്ചയിൽ നമ്മളെ ഓർത്തവൻ ഹല്ലേലൂയ ശത്രുവിന്റെ കയ്യിൽ നിന്ന് നമ്മളെ വിടുവിച്ച ദൈവം ഹല്ലേലൂയ അവൻ ഇന്നും ജീവിക്കുന്നു. ആ ദൈവത്തെ ഉയർത്തി ഹല്ലേലൂയ ജീവിതയാത്ര മുന്നോട്ട് നയിപ്പാൻ കർത്താവേ എനിക്ക് കൃപ നൽകുമാറാണ് എന്ന് പ്രാർത്ഥിക്കാം. മനഃപൂർവ്വമായി എന്റെ കുറവുകളൊക്കെ ക്ഷമിക്കണമേ. കാൽവരി ചിന്ത വിലയേറിയ രക്തത്താൽ എന്നെ ഒരു പ്രാവശ്യം കൂടെ കഴുകി ശുദ്ധീകരിച്ച് ആവശ്യത്തിനാ ദിവസങ്ങളിൽ വിശുദ്ധിയോടെ നിൽപ്പാൻ കർത്താവെ കൃപ തരുമാറാണമേ എന്നൊക്കെ പ്രാർത്ഥിക്കാം. നമ്മുടെ വായിൽ പുതിയൊരു പാട്ട് തന്ന ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഒരു നാളിൽ പാപത്തിന് അന്ധകാരത്തിൽ കിടന്ന് നമ്മളെ വിളിച്ച് ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തി നമ്മുടെ വായിൽ ഹല്ലേലൂയ തന്ന പാട്ടിനായി നമുക്ക് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ നമ്മുടെ കൂട്ടായ്മയെ മുറ്റും കരങ്ങളിലേക്ക് പ്രാർത്ഥിക്കാം. നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ നാളിൽ നമ്മൾ അനേക രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവ് കൊടുത്ത അത്ഭുത വിടുതലായി നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ നന്ദിയോടെ സ്തോത്രം. ഇന്നും ഹല്ലേലൂയ അനേകർ രോഗത്താൽ ഭാരപ്പെടുന്നുണ്ട്. നന്ദിയോടെ സ്തോത്രം. നമ്മുടെ സന്തോഷ് ബ്രദർ സാക്ഷ്യം പറഞ്ഞല്ലോ. പ്രിയ പൈതല് ഹല്ലേലൂയ കഴിഞ്ഞ ആഴ്ച സാക്ഷ്യം പറഞ്ഞു. ഹല്ലേലൂയ പ്രിയ മകന് സന്തോഷ് ബ്രദറിന്റെ മകന് എൻഡോസ്കോപ്പി ചെയ്ത് ഹല്ലേലൂയ ബയോപ്സിയുടെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നു. നാളെ അതിന്റെ റിസൾട്ട് വരും. ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ നന്മയില്ലാതെ ഒന്നും ചെയ്യാത്ത ദൈവം പ്രിയ പൈതലിന് അത്ഭുതകരമായ വിടുതൽ കൊടുക്കുവാൻ ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ ഇന്നലെ പ്രിയ നമ്മുടെ ബാവുച്ചാന്റെ ഹല്ലേലൂയ ഒരു സ്റ്റാഫ് ഹല്ലേലൂയ റോഡിൽ കൂടി നടന്നു പോകുമ്പോൾ ഒരു ഫോർക്ക് ലിഫ്റ്റ് വന്ന് കാലയിൽ ഇടിച്ച് കാലിന് ഗുരുതരമായ പരിക്കേറ്റു. ഹല്ലേലൂയ ഇപ്പോൾ അബുദാബി അഫ്രക് ഹോസ്പിറ്റലിലായിരിക്കും. നാളെ ഒരു സർജറിക്ക് വേണ്ടി ഒരുങ്ങുന്നു. ഹല്ലേലൂയ രാജു എന്ന് പറഞ്ഞ രാജായെ ഓർത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ അത്ഭുതകരം പ്രവർത്തിക്കുവാൻ കർത്താവെ സഹായിക്കുമാറാണമെന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ ബേക്കുട്ടിച്ചാനായി പൊന്നമാമിക്കായി പ്രാർത്ഥിക്കാം. പ്രിയദാസൻ ഈ ദിവസങ്ങളിലൊക്കെ ശാരീരിക ബുദ്ധിമുട്ടുകൂടെ കടന്നു പോകുന്നു. ചുമയുടെ ബുദ്ധിമുട്ടുണ്ട്, പനി ഉണ്ടായിരുന്നു. ഹല്ലേലൂയ ഇപ്പോഴും ചുമയുടെ പ്രയാസമുണ്ട്, മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ 2 പേർക്കും പൂർണ്ണ വിടുതൽ ലഭിപ്പാൻ ദൈവകരങ്ങളിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ദൈവത്തിന്റെ സൗഖ്യമാക്കുന്ന കരം നീട്ടുവാൻ
ഹല്ലേലൂയ. ഇന്ന് പുതിയ കൃപയോടെ നിൽപ്പാൻ കർത്താവെ സഹായിക്കുമാറാണ് എന്നൊക്കെ പ്രാർത്ഥിക്കാം. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥിതിക്കായി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇപ്പോഴും ഹല്ലേലൂയ ട്രീറ്റ്മെന്റിൽ കൂടെ കടന്നു പോകുന്ന മെഡിക്കേഷനിലായിരിക്കുന്നു. പൂർണ്ണ സൗഖ്യത്തിനായി ദൈവകരങ്ങൾ നമുക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ പ്രിൻസ് സഹോദരനായി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവം സൗഖ്യം നൽകിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ നാളിലൊക്കെ നമ്മൾ പ്രാർത്ഥിച്ച പൈതലാണ്. ഹല്ലേലൂയ. പൂർണ്ണ വിടുതൽ പ്രാപിച്ച് നമ്മുടെ മധ്യേ കടന്നു വന്ന് സാക്ഷി പറയുവാൻ ദൈവമേ സഹായിക്കുമാറാണ് എന്ന് പ്രാർത്ഥിക്കാം. ലൂക്കാമോനായി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവം സൗഖ്യം നൽകിക്കൊണ്ടിരിക്കുന്നല്ലോ, നന്ദിയോട് സ്തോത്രം. കൊടുത്ത സൗഖ്യത്തിനായി നമുക്ക് സ്തോത്രം കരയറ്റാം. ഹല്ലേലൂയ. താവേ ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപയാൽ എനിക്കും ഹല്ലേലൂയ ദൈവത്തിന്റെ സൗഖ്യം ഈ ദിവസങ്ങളിൽ പ്രാപിപ്പാൻ നിങ്ങളുടെയൊക്കെ ആത്മാർത്ഥമായ പ്രാർത്ഥന ഹല്ലേലൂയ സൗഖ്യമാക്കുന്ന കരം എന്റെ ശിരസിൽ വെച്ച് കർത്താവ് തന്ന വിടുതലിനെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ദൈവം എത്ര നല്ലവനാണ്. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം സൗഖ്യദായകനായി വീണ്ടും ഹല്ലേലൂയ എന്റെ ജീവിതത്തിൽ തന്ന വിടുതലിനായി നന്ദിയോടെ സ്തോത്രം. പ്രിയ രാജ്യസോമയിലായി നമുക്ക് പ്രാർത്ഥിക്കാം. തോളിന് വേദനയായി ഭാരപ്പെടുന്ന പ്രിയദാസൻ പൂർണ്ണ സൗഖ്യത്തിന് വേണ്ടി നമുക്ക് ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. അമേരിക്കയുടെ പ്രദേശത്തായിരിക്കുന്ന സജിക്കായി പ്രാർത്ഥിക്കാം. കൈകാലുകൾക്ക് ശാരീരികമായ ബുദ്ധിമുട്ടിൽ കൂടി പ്രിയദാസൻ ചില വർഷങ്ങളായി കടന്നു പോകുന്നു. പരിപൂർണ സൗഖ്യം ലഭിപ്പാൻ പ്രിയ സജിയെ നമുക്ക് ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. നന്ദിയോടെ സ്തോത്രം. ബോബി ഷീബയ്ക്കായി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഷീബയ്ക്ക് ശാരീരികമായ പ്രയാസത്തിൽ കൂടെ കടന്നു പോകുന്നു. പരിപൂർണ വിടുതലിനായി നമുക്ക് ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പ്രത്യേകിച്ച് നമ്മുടെ റൂബിൻ ഇവിടെ ആയിരിക്കുന്ന വൈഫ് ജിജിക്ക് ഹല്ലേലൂയ ഒരു ജോലിയുടെ ആവശ്യമുണ്ടല്ലോ. ഹല്ലേലൂയ. ദൈവകരങ്ങൾ നമുക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. ജോലിയുടെ പ്രയാസത്തിൽ കൂടെ കടന്നു പോകുന്നവര്, വിസിറ്റിംഗ് വിസ വന്ന് ജോലി അന്വേഷിക്കുന്നവര്, ഈ പ്രിയപ്പെട്ടവരൊക്കെ നമുക്ക് ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് വിശ്വസ്തൻ. ഹല്ലേലൂയ. കർത്താവേ, ആരും നിരാശയായി പോകുവാൻ ഇടയാകല്ലേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ഉപരിപഠനത്തിനായി പോയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ ജോലിയുടെ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. അതുപോലെ തന്നെ ഹല്ലേലൂയ നമ്മുടെ ആശിഷിനായി പ്രാർത്ഥിക്കാം. നമ്മുടെ സാംസന്റെ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവർ എല്ലാ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഇന്ന് ഹല്ലേലൂയ സൺഡേ സ്കൂളിൽ ബിരുദ എക്സാമിനേഷൻ എഴുതുന്ന കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കാം. അവർ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നല്ലോ. നല്ല റിസൾട്ട് ലഭിപ്പാൻ കർത്താവെ സഹായിക്കുമാറാണ്. ദൈവവചനം പഠിപ്പാൻ എല്ലാവർക്കും താല്പര്യം കൊടുക്കുമാറാണ് എന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം നമ്മളിൽ നിന്ന് വേർപെട്ടു പോയ നമ്മുടെ ഇടവയിലെ ബെന്നി പിസ്കറിയായിക്കായി പ്രാർത്ഥിക്കാം. പ്രിയദാസന്റെ ശുശ്രൂഷകളെ ഓർത്ത് നമുക്ക് നന്ദിയോടെ സ്തോത്രം. നമ്മുടെ കൂട്ടായ്മയായി കഴിഞ്ഞ നാളുകളിൽ കൂട്ടായ്മയിൽ വളരെ താല്പര്യത്തോടെ വന്നുകൊണ്ടിരുന്ന ഒരു ദാസനാണ്. പ്രത്യേകിച്ച് നമ്മുടെ കൺവെൻഷന് ഹല്ലേലൂയ പ്രിയദാസനും ഫ്രീ ആയിട്ട് നോട്ടീസും കാർഡ് നമുക്ക് ഫ്ലെയറും ഒക്കെ പ്രിയദാസൻ നമുക്ക് അടിച്ചു തന്നുകൊണ്ടിരുന്ന ദാസനാണ്. അതുപോലെ തന്നെ നമ്മൾ പാഠപുസ്തകം എടുക്കുമ്പോൾ വളരെ നോമിനലായ ഒരു പൈസയെ നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ളൂ. നമ്മുടെ കൂട്ടായ്മയിൽ വളരെ താല്പര്യമുള്ള ദാസനായിരുന്നു പ്രിയ ബെന്നി. ഹല്ലേലൂയ. പ്രിയദാസൻ ഇന്നലെ ഹല്ലേലൂയ ശവസംസ്കാര ശുശ്രൂഷ അനുഗ്രഹമായി നടന്നു. നമുക്ക് ആ കുടുംബത്തെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം ആ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവാൻ ദാസന്റെ ധന്യമായ ജീവിതത്തെ ഓർത്ത് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ദൈവമായ കർത്താവ് അവർക്ക് ഹല്ലേലൂയ ആശ്വാസവും കൃപയും ശക്തിയും പകരുമാറാൻ ആ കുഞ്ഞുങ്ങളെ ബലപ്പെടുത്തുവാൻ ദൈവത്തിന്റെ കരങ്ങളിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഇടവകയിലൊക്കെ നടക്കുന്ന ക്രിസ്മസ് കരോളിനായി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. വെറും ഒരു ചടങ്ങായിട്ട് തീരുവാൻ ഇടയാകാതെ കർത്താവിന്റെ വരവിനെ ഹല്ലേലൂയ അനുസ്മരിച്ച് ഹല്ലേലൂയ ഒരു പുതുക്കപ്പത്തിന്റെ അനുഭവത്തിലേക്കായി തീരുവാൻ കർത്താവെ ഈ കരോൾ സർവീസുകളൊക്കെ ഇടയാക്കുമാറാണ് എന്നൊക്കെ പ്രാർത്ഥിക്കാം. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. പ്രത്യേകിച്ച് നമ്മുടെ കൂട്ടായ്മയ്ക്കായി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് 2026 ജനുവരി മാസം 1-ാം തീയതി ഈ ഹാളിൽ വെച്ച് നടക്കുന്ന നമ്മുടെ കൂടിയവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഇനിയും 3 ആഴ്ചയൂടെ ഉള്ളൂ. എല്ലാവരും ആ വിഷയത്തെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അനേകർ കടന്നു വന്ന് ഹല്ലേലൂയ വചനം കേൾക്കുവാൻ ഒരു പ്രതിഷ്ഠ ഹല്ലേലൂയ 2026 നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ ഒരു കൂട്ടായ്മയോടുകൂടി നമ്മുടെ ജീവിതം ആരംഭിക്കുവാൻ അനേകര് ഈ ശുശ്രൂഷയിൽ പങ്കാളികളായി തീരുവാൻ ഹല്ലേലൂയ. ഹല്ലേലൂയ. പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ, വിശ്വാസികളെ ഉറപ്പിക്കുവാൻ
പുതിയ ആത്മാക്കളെ നേടുന്ന ഒരു ശുശ്രൂഷയായി തീരുവാൻ ദൈവമേ സഹായിക്കുമാറാണോ എന്ന് പ്രാർത്ഥിക്കാം. നമുക്കതിനായി ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. പ്രത്യേകിച്ച് വചനം ശുശ്രൂഷിക്കുന്ന മിഷൻസിന്റെ കോർഡിനേറ്റർ ബ്രദർ രാജുവിനായി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രിയദാസൻ തക്ക സമയത്ത് കടന്നു വന്ന് അനുഗ്രഹിക്കപ്പെട്ട വചന ശുശ്രൂഷിപ്പാൻ കർത്താവേ കൃപ നൽകുമാറാണെന്നൊക്കെ പ്രാർത്ഥിക്കാം. നന്ദിയോടെ സ്തോത്രം. നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന വയനാടിന്റെ ഹല്ലേലൂയ നമ്മുടെ പ്രിയ മിഷൻ പ്രോജക്റ്റിനായി പ്രാർത്ഥിക്കാം. അവിടെ താമസിക്കുന്ന 9 സഹോദരികൾക്ക് പ്രാർത്ഥിക്കാം. അതിന് നേതൃത്വം കൊടുക്കുന്ന കൃഷ്ണൻ സഹോദരനായി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അത് അനുഗ്രഹമായി തീരുവാൻ ദൈവമേ കൃപ നൽകുമാറാണ് എന്ന് പ്രാർത്ഥിക്കാം. ഈ രാജ്യത്തിനായി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ രാജ്യത്തെ നന്മകളൊക്കെ അനുഭവിപ്പാൻ ദൈവം നമുക്ക് കൃപ തരുന്ന ഓർത്ത് സ്തോത്രം. ഈ രാജ്യത്തെ ഭരണാധികാരികളെ അനുഗ്രഹിക്കുമാറാണോ എന്നൊക്കെ പ്രാർത്ഥിക്കാം. നന്ദിയോടെ സ്തോത്രം. പ്രത്യേകിച്ച് ഈ നമ്മൾ ആരാധിക്കുന്ന ഈ ദുബൈ ഹോസ്റ്റലിനായി പ്രാർത്ഥിക്കാം. ഇതിന്റെ മാനേജറിനായി നമുക്ക് പ്രാർത്ഥിക്കാം. മുടക്കം കൂടാതെ എല്ലാ ആഴ്ചയിലും നമുക്ക് കൂടി വരുവാൻ ഹല്ലേലൂയ നമുക്ക് മുഖാന്തരം ഒരുക്കുന്നല്ലോ. കർത്താവേ അവരെ അനുഗ്രഹിക്കുമാറാണോ എന്നൊക്കെ പ്രാർത്ഥിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. ലോകരാഷ്ട്രങ്ങൾക്കായി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. സമാധാനം നഷ്ടപ്പെട്ട രാജ്യങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. റഷ്യ, ഉക്രൈൻ, ഹല്ലേലൂയ, പലസ്തീൻ, ഹല്ലേലൂയ, അങ്ങനെ സമാധാനമില്ലാത്ത രാജ്യങ്ങൾ, നൈജീരിയയുടെ പ്രദേശങ്ങൾ, അവിടെയൊക്കെ ഹല്ലേലൂയ ക്രിസ്ത്യാനികളൊക്കെ പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. ആ ദേശത്തിനായൊക്കെ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. കർത്താവേ 2026 സമാധാനത്തിന്റെ വർഷമായി തീർക്കുമാറാണ് എന്ന് പ്രാർത്ഥിക്കാം. എല്ലാ സുവിശേഷ വേലയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സഭാഭേദമനെ നടക്കുന്ന എല്ലാ വേലയ്ക്കായി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന മിഷൻസിന്റേക്കായി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ആഴ്ച നടന്ന അക്വസ്റ്റിക് കൺവെൻഷൻ അത് ഏറ്റവും അനുഗ്രഹമായി നടക്കുവാൻ സഹായിച്ചല്ലോ. കാലാവസ്ഥയും എല്ലാ കാര്യങ്ങളും അനുകൂലമാക്കി ദൈവം തീർത്തു. നന്ദിയോടെ സ്തോത്രം. അനേകായിരങ്ങൾ വന്ന ശുശ്രൂഷയിൽ പങ്കാളിയായി തീർന്നു. പ്രത്യേകിച്ച് മിഷണറിമാർ, നോർത്ത് ഇന്ത്യയിലൊക്കെ മിഷണറിമാർ കുടുംബമായിട്ട് വന്ന് ഹല്ലേലൂയ തങ്ങളുടെ സാക്ഷ്യങ്ങളെ പ്രസ്താവിക്കുവാൻ ഒക്കെ ഇടയായി. ഹല്ലേലൂയ. ആ ശുശ്രൂഷയെ ഓർത്ത് നേതൃത്വം കൊടുക്കുന്ന പ്രിയ ജോർജ് റിയം ബ്രദർ ഓർത്ത് കുടുംബമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കാം. ചെറിക്കായി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഓഫീസ് സ്റ്റാഫ് ജോൺസിനെയും സ്റ്റാഫുകളെ എല്ലാം നമുക്ക് ദൈവങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. പ്രത്യേകിച്ച് ഹല്ലേലൂയ നമുക്ക് ഹല്ലേലൂയ ഈ നാളുകളിൽ ഹല്ലേലൂയ എല്ലാ സുവിശേഷ വേലകൾക്കും ഹല്ലേലൂയ നമ്മുടെ ഇടവയ്ക്കുമായി പ്രത്യേകം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. വിവിധ സഭകൾ കടന്നു വരുന്നവരാണെങ്കിലും നമ്മുടെ കൂട്ടായ്മയിലുള്ളവർ എല്ലാ സഭകൾക്കായി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. കർത്താവ് അനുഗ്രഹിക്കുമാറാണ് എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ ഈ അവസരം സമർപ്പിക്കാമല്ലോ. നന്ദിയോടെ സ്തോത്രം. ഈ ദിവസങ്ങളിലൊക്കെ ബർത്ത്ഡേയും വെഡിങ് ആനിവേഴ്സറിയും ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായും പുതുവർഷവും കുടുംബജീവിതത്തിൽ പുതിയ വാർഷികവും ദൈവം കൊടുത്ത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ചില പേരുകൾ ലഭിച്ചിട്ടുണ്ട്, അത് പ്രസ്താവിക്കട്ടെ. 8 ഡിസംബറിൽ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഗ്ലാഡീസ് ചെറിയാനായി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ജെയിനി കോശിക്കായി പ്രാർത്ഥിക്കാം. 11 ബർത്ത്ഡേ ആഘോഷിക്കുന്ന ലിയാമ ആൻ കോശിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രിയപ്പെട്ടവരെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ കുടുംബജീവിതത്തിൽ 8 കുടുംബജീവിതത്തിൽ പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ബിജു തോമസ് ആൻഡ് ഷേർലി, ഈ പ്രിയപ്പെട്ടവരെ ദൈവങ്ങളിലേക്ക് കൊടുത്ത് പ്രാർത്ഥിക്കാം. ദൈവം വിശ്വസ്തൻ, ആയുസിന്റെ ഹല്ലേലൂയ ഉടയവൻ അവിടെ നാകയാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്കായി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദേവദാസൻ ഹല്ലേലൂയ ബിജു കുര്യൻ നമ്മുടെ മധ്യത്തിലുണ്ടല്ലോ. പ്രിയദാസന്റെ ശുശ്രൂഷകളെ ഓർത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ഒരു വചന ശുശ്രൂഷ നടക്കുവാൻ സഹായിക്കണമേ. വചനം ഏറ്റെടുക്കുവാൻ അടിയങ്ങളെ ഒരുക്കണമേ. ഞങ്ങൾ വന്ന പോലെയല്ല കർത്താവേ, ഇരട്ടി കൃപകൾ പ്രാപിച്ച് ശക്തി പ്രാപിച്ച് ഈ നാളുകളിൽ പൈശാചികൻ ഞങ്ങളെ നോട്ടമിടാതെ കർത്താവേ ഹല്ലേലൂയ ശത്രുവിനെ ജയിപ്പാനുള്ള അമിതബലം ഞങ്ങൾക്ക് തരുമാറാണ് എന്നൊക്കെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമുക്ക് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ കൂട്ടായ്മയുടെ അനുഗ്രഹത്തിനായി നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്നതേ സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ മധ്യാഹ്ന സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. സ്വർഗത്തിന്റെ സിംഹാസനം, ഭൂമി നിന്റെ പാദപീഠം. ആ പാദപീഠത്തിൽ ഇരുന്നുകൊണ്ട് അബാപിതാവേ എന്ന് വിളിപ്പാൻ കർത്താവേ പുത്രത്വത്തിന്റെ കൃപകൾ ഞങ്ങൾക്ക് തന്നവർക്ക് നന്ദിയോടെ സ്തോത്രം. കർത്താവേ ഫ്രൈഡേ ഫാസ്റ്റിംഗ് പ്രയറായി ഇന്നും ദൈവസന്നിധിയിൽ
ഈ 2025 അവസാന മാസത്തെ ആദ്യ വിശുദ്ധ ദിവസത്തിൽ ഞാൻ കയറിപ്പാൻ കർത്താവ് സഹായിച്ചതോർത്ത് നന്ദിയോടെ സ്തോത്രം. കർത്താവെ, ഞങ്ങൾ നിന്നതല്ല, അവിടെ ഞങ്ങളെ നിലനിർത്തി അധികം ഫലം കായ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, നല്ലവനും വിശ്വസ്തനായ ദാസനെ ദാസിയെ എന്നുള്ള ഇമ്പശബ്ദത്തിന് ഞങ്ങളെ ഒരുക്കുമാറാണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഞങ്ങൾ അനേക വിഷയങ്ങൾ മധ്യസ്ഥയിലോ കർത്താവ് അതൊക്കെയും ശ്രദ്ധ വെച്ച കേട്ട കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. രോഗികളായി ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, അവിടുത്തെ വചനം അയച്ച് സകല രോഗികളുടെ മേലും സൗഖ്യം അയക്കുമാറാണ് എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ കൂട്ടായ്മ അനുഗ്രഹത്തിന്റെ കൂട്ടായ്മയായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, പ്രത്യേകിച്ച് 1-ാം തീയതി നടക്കുന്ന ഞങ്ങളുടെ ശുശ്രൂഷയ്ക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, 2026 കാണുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണം. കർത്താവെ, ഇതൊരു സാക്ഷ്യത്തോടെ ഞങ്ങൾക്ക് കർത്താവെ പുതുവർഷം കാലെടുത്ത് വെക്കുവാൻ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ഹല്ലേലൂയ, ഞങ്ങൾക്ക് തന്ന എല്ലാ നന്മകളെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ തലമുറയ്ക്കായി പ്രാർത്ഥിക്കുന്നു. നഷ്ടപ്പെട്ടു പോകാൻ ഇടയാകില്ലേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവം വിശ്വസ്തൻ. കർത്താവെ, ഹല്ലേലൂയ. കർത്താവെ, കുടുംബജീവിതത്തെ നന്മകൾ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രോഗികളായി കടന്നു വന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് സൗഖ്യം പ്രാപിച്ച് കർത്താവെ ഒരു പുതുബലത്തോടെ ഇന്ന് കടന്നു പോകുവാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഈ ഹോളും പരിസരവും യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കാൻ ഇടയാക്കണമേ. തുടർന്നുള്ള വചന ശുശ്രൂഷ അനുഗ്രഹിക്കണം. കർത്താവിന്റെ കൃപ ഞങ്ങളുടെ മേൽ പകരണം. കർത്താവെ, പുതുശക്തി പകരണം. നേതൃത്വം കൊടുക്കുന്ന മക്കളെ ബ്ലസ് ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ കൃപയിൽ ഞങ്ങളെ പൊതിഞ്ഞാട്ട് മഹത്വം അവിടുന്ന് എടുത്താട്ട് വരവിനായിട്ട് ഞങ്ങളെ ഒരുക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ദൈവമുണ്ടായി കേൾക്കണം. സ്വർഗ്ഗപിതാവേ, ആമേൻ. Hallelujah. Praise the Lord. നല്ല ഒരു പകൽക്കാലം കൂടി കർത്താവ് നമുക്ക് ദാനമായി തന്നിരിക്കുകയാണ്. ആരാധനയ്ക്കായുള്ള സമയമാണല്ലോ. അല്പസമയം ആരാധനയ്ക്കായി നമ്മൾക്ക് ഒരുമിച്ച് കൂടാം. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനം ഇന്ന് നമ്മൾ കേട്ടു. ഹല്ലേലൂയ. 87-ാം സങ്കീർത്തനത്തിലൂടെ പ്രസാദിച്ചാൻ പറഞ്ഞത് ഹല്ലേലൂയ സിയോനെക്കുള്ള ഒരു ചിന്തയാണ്. ഹല്ലേലൂയ. പാട്ടുകാരൻ പറയുന്നു, സിയോൻ യാത്രയിൽ മനമേ ഭയമൊന്നും വേണ്ടിനി. ഹല്ലേലൂയ. ഒരു നിത്യത നമുക്കുണ്ട്. ഹല്ലേലൂയ. ഇതിന്റെ 4-ാമത്തെ വാക്യം ഇങ്ങനെയാ പറയുന്നത്: ഞാൻ എൻ്റെ പരിചയക്കാരുടെ കൂട്ടത്തിൽ രഹാബിനെയും ബാബലിനെയും ഫെലിസ്ത്യർ സോർ കൂശ് എന്നിവരെയും പ്രസ്താവിക്കും. ഇവർ അവിടെ ജനിച്ചു. ഹല്ലേലൂയ. ഈ ദേശത്തിന്റെ ഒരു ഭാഗമാണ് കാണിച്ചത്. ഏതെല്ലാം സ്വഭാവക്കാർ. രഹാബ് ആരായിരുന്നു എന്ന് നമുക്ക് എവർക്കും അറിയാം. കർത്താവിന്റെ കുലത്തിലേക്ക് വരുവാൻ തക്കോണം കർത്താവിന്റെ ഒരു ഹല്ലേലൂയ അടയാളം കെട്ടപ്പെട്ട, കർത്താവിന്റെ അടയാളത്താൽ വേർതിരിക്കപ്പെട്ട ഒരു കുടുംബം. ഹല്ലേലൂയ. ചുമന്ന നൂലിനെ കണ്ടപ്പോൾ, കുരിശിന്റെ അടയാളം കണ്ടപ്പോൾ, ഹല്ലേലൂയ, വേറെപ്പെട്ട ഒരു ജീവിതത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് കടന്നു വരുവാൻ തക്കോണം ആ സ്ത്രീയുടെ കുലത്തെ ഹല്ലേലൂയ ക്രമീകരിച്ച ഒരു ദൈവത്തിന്റെ കൃപ. ഇവരും ഫെലിസ്ത്യരും സോറും ശൂരും കൂശും എല്ലാവരും ഒരുമിച്ച് വസിക്കുന്ന ഇടമാണ് ആ സിയോൻ. ഹല്ലേലൂയ. അതുകൊണ്ട് ആ സിയോന്റെ യാത്രയിലേക്ക് ഹല്ലേലൂയ നമുക്ക് കടന്നു പോകാം. അതിന്റെ അവസാന വാക്യം ഇങ്ങനെയാ പറയുന്നത്: എന്റെ ഉറവുകളൊക്കെയും നിന്നിലാകുന്നു. സംഗീതക്കാരും നൃത്തം ചെയ്യുന്നവരും ഒരുപോലെ പറയും. അതെ, നമ്മൾക്ക് പറയാൻ പറ്റുമോ? എന്റെ ഉറവുകൾ ഹല്ലേലൂയ നിന്നിലാകുന്നു എന്റെ യേശുവേ. എന്റെ ഉറവുകളെല്ലാം ഹല്ലേലൂയ, എന്റെ അടിസ്ഥാനം, എന്റെ നിൽപ്പ്, എന്റെ ഹല്ലേലൂയ, എന്റെ ഓരോ ദിവസവും എന്റെ കർത്താവിലാകുന്നു എന്ന് പറയുവാൻ തക്കോണം ഈ പകൽക്കാലം നമ്മളെ തന്നെ ഒന്ന് ഉപയോഗിക്കുമോ? ഹല്ലേലൂയ. എങ്കിൽ പാട്ടുകാരൻ ഇങ്ങനെയാ പാടുന്നത്. ഹല്ലേലൂയ. എൻ പ്രാണനാഥൻ എന്ന് വരും, എന്ന് തീരും എന്റെ വേദനകൾ. ഈ ഗാനങ്ങളെല്ലാം ഹല്ലേലൂയ എവിടെ നടക്കുന്ന ശുശ്രൂഷകളെല്ലാം പരിശുദ്ധാത്മാവിനാൽ ബന്ധിക്കപ്പെട്ട. നമ്മൾ ആരും ഇതൊന്നും ചിന്തിച്ചല്ല ഇതെല്ലാം ചെയ്യുന്നത്. കർത്താവ് അതെല്ലാം ക്രമീകരിക്കുകയാണ്. ഹല്ലേലൂയ. പാട്ടുകാരൻ പറയുകയാണ്, എൻ പ്രാണനാഥൻ എന്ന് വരും, എന്ന് തീരും എൻ വേദനകൾ. എഴുന്നേറ്റ് നിൽക്കുവാൻ ത്രാണിയുള്ളവർ ഹല്ലേലൂയ അല്പസമയം ഹല്ലേലൂയ ഒന്ന് എഴുന്നേറ്റ് നിന്ന് എന്റെ കർത്താവിന്റെ വരവിനെ ഒന്ന് ഓർക്കുമോ? ഹല്ലേലൂയ. ആകുലത്തിൽ ആശ്വസിപ്പാൻ, ആവശ്യങ്ങളിൽ ആശ്രയിപ്പാൻ, യേശുവേ അങ്ങല്ലാതെ ആരുമില്ല ഇന്നെനിക്ക് ഭൂമിയിൽ. അതുകൊണ്ട് ഹല്ലേലൂയ അങ്ങയുടെ വരവിനെ ഞാൻ കാണുന്നു കർത്താവേ. എൻ പ്രാണനാഥൻ എന്ന് വരും, എന്ന് തീരും എന്റെ വേദനകൾ.
പ്രിയരെല്ലാവരും കൈവിടുമ്പോൾ, ആമേൻ. പ്രതികൂലമായി മാറ്റപ്പെടുമ്പോൾ, ഹല്ലേലൂയ, പ്രാണപ്രിയ ഈ ഏഴയാകുന്ന എന്നെയും കർത്താവെ നീ കൈവിടുമോ? ഹല്ലേലൂയ. നമുക്കെല്ലാം തകർന്നുകൊണ്ട് ഹല്ലേലൂയ ആമേൻ. കർത്താവിന്റെ പാദപിടുത്തങ്ങളിലേക്കൊന്ന് നോക്കിയാട്ട് ദിവസങ്ങൾ എണ്ണുകയാണ്. ഈ വർഷം കടന്നു പോകുവാൻ ഇനി ദിവസങ്ങൾ, മണിക്കൂറുകൾ മാത്രമേ. നമ്മളെ തന്നെ ഒന്ന് ക്രമീകരിച്ച് പുതിയ വർഷം കർത്താവേ 2026 നീ എനിക്ക് തരുന്നുവെങ്കിൽ യേശുവേ നിന്നോട് ഒരു പടി കൂടി അടുത്ത് ജീവിക്കുവാൻ, എന്റെ പ്രാണനാഥന്റെ വരവിന് വേണ്ടി എന്നെയും എന്റെ കുടുംബത്തെയും ഒരുക്കുവാൻ കർത്താവേ ഞാനിതാ തരുന്നു എന്ന് പറയാൻ പറ്റുമോ? പാടുവാൻ പറ്റുമോ? ധ്യാനിക്കുവാൻ പറ്റുമോ? അതുകൊണ്ട് ഒരുമിച്ച് പാടാം. എൻ പ്രാണനാഥൻ എന്ന് വരും, എന്ന് തീരും എൻ വേദനകൾ. ആമേൻ. ഹല്ലേലൂയ. ഓ ആമേൻ. ഓ സ്തോത്രം. ഹല്ലേലൂയ. എൻ പ്രാണനാഥനെന്നു വരും, എന്നു തീരും എൻ വേദനകൾ. എൻ പ്രാണനാഥനെന്നു വരും, എന്നു തീരും എൻ വേദനകൾ. ആകുലത്തിൽ ആശ്വസിക്കാം, ആകുലത്തിൽ ആശ്വസിപ്പാൻ, ആവശ്യങ്ങളിൽ ആശ്രയിപ്പാൻ. അങ്ങല്ലാതാരുമില്ലെനിക്ക് ആത്മനാഥ ഇപ്പാരിടത്തിൽ. അങ്ങല്ലാതാരുമില്ലെനിക്ക് ആത്മനാഥ പാരിടത്തിൽ. എൻ പ്രാണനാഥൻ എന്നു വരും, എന്നു തീരും എൻ വേദനകൾ. എൻ പ്രാണനാഥൻ എന്നു വരും, എന്നു തീരും എൻ വേദനകൾ. ഇന്നീഹത്തിൽ സന്തോഷം ജീവിതത്തിൽ. ഇന്നീഹത്തിൽ നിന്നിലല്ലാതില്ല സന്തോഷം ജീവിതത്തിൽ. തിങ്ങി വിങ്ങുന്ന സങ്കടവും എങ്ങും വഴിയും നിന്നകളും. തിങ്ങി വിങ്ങുന്ന സങ്കടവും എങ്ങും വഴിയും നിന്നകളും. എൻ പ്രാണനാഥൻ എന്നു വരും, എന്നു തീരും എൻ വേദനകൾ. എൻ പ്രാണനാഥൻ എന്നു വരും, എന്നു തീരും എൻ വേദനകൾ. പ്രിയരെല്ലാരും കൈവിടുമ്പോൾ, പ്രതികൂലമായി മാറിയിടുമ്പോൾ. പ്രിയരെല്ലാരും കൈവിടുമ്പോൾ, പ്രതികൂലമായി മാറിയിടുമ്പോൾ. പ്രാണപ്രിയായി ഏഴയാകും പ്രാണിയെ നീ കൈവിടല്ലേ. പ്രാണപ്രിയായി ഏഴയാകും പ്രാണിയെ നീ കൈവിടല്ലേ. എൻ പ്രാണനാഥൻ എന്നു വരും, എന്നു തീരും എൻ വേദനകൾ. എൻ പ്രാണനാഥൻ എന്നു വരും, എന്നു തീരും എൻ വേദനകൾ. നല്ലതല്ല
നിത്യത തന്നിലെത്തുവോളം നീ നടത്തന്നെ നിൻഹിതം പോ. നിത്യത തന്നിലെത്തുവോളം നീ നടത്തന്നെ നിൻഹിതം പോ. പ്രാണനാഥൻ എന്നു വരും എന്നു തീരും എൻ വേദനകൾ. എൻ പ്രാണനാഥൻ എന്നു വരും എന്നു തീരും എൻ വേദനകൾ. ഹല്ലേലൂയ. എന്റെ പ്രാണനാഥൻ എന്ന് വരും, എന്ന് തീരും എന്റെ വേദനകൾ. നമ്മൾ നമ്മുടെ കർത്താവിനോട് പറഞ്ഞു, ഹല്ലേലൂയ, നിന്നിലല്ലാതെ ഒരു ആശ്വാസം എനിക്ക് മറ്റൊന്നുമില്ല. എങ്കിൽ നമുക്ക് പാടാം, ഹല്ലേലൂയ, എനിക്ക് എൻ്റെ ആശ്രയം. ഹല്ലേലൂയ, അതെ, എനിക്കെൻ്റെ ആശ്രയം എൻ്റെ യേശു അത്രേ. ആമേൻ. അങ്ങനെ പാടാൻ കഴിയുമോ? പാടണം. ഹല്ലേലൂയ. കാരണം അവന്റെ ഒരു നിത്യത നമ്മൾ പ്രതീക്ഷിക്കുന്നെങ്കിൽ എൻ്റെ ആശ്രയം എൻ്റെ യേശു മാത്രമാണ്. ഹല്ലേലൂയ. സർവശക്തനായ എൻ്റെ യേശു അത്രേ. ഹല്ലേലൂയ. അവൻ എൻ്റെ ജീവിതത്തിന്റെ ഭാരങ്ങൾ കൂടെ ഉണ്ട്. യേശു മതി. ഹല്ലേലൂയ. ആ സ്നേഹം മതി. ഹല്ലേലൂയ. ആ ക്രൂശ് മതി എനിക്ക്. യേശു മതി. അവന്റെ ഹിതം മതി. നിത്യ ജീവൻ മതി എനിക്ക്. ഒരുമിച്ച് കരങ്ങളടിച്ച് കർത്താവിൽ ആനന്ദിക്കാം. എല്ലാ ഭാരങ്ങളും മാറട്ടെ. എന്റെ യേശു മതി. ആമേൻ. ഹല്ലേലൂയ. ഒരുമിച്ച് പാടാം. എന്റെ യേശു മതി, എന്റെ യേശു മതി, എനിക്ക് എന്റെ ആശ്രയം യേശു അത്രേ. സർവശക്തനായ എന്റെ യേശു അത്രേ. ഒരുമിച്ച് പാടാം. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. എനിക്കെന്റെ ആശ്രയമേശുവത്രേ. സർവശക്തനാമെന്റെ യേശുവത്രേ. ഞാനവൻ കൈകളിൽ സുരക്ഷിതനാം. യേശു മതിയായവൻ. എനിക്കെന്റെ ആശ്രയമേശുവത്രേ. സർവശക്തനാമെന്റെ യേശുവത്രേ. ഞാനവൻ കരങ്ങളിൽ സുരക്ഷിതനാം. യേശു മതിയായവൻ. ഓ യേശു മതി, യേശു മതി, സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. അതെ, യേശു ഓ മതി. യേശു മതി, ആമേൻ. സ്നേഹം മതി, ഹല്ലേലൂയ. തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. കാക്കയായ ചാരാരം തരും, ആവശ്യമെല്ലാം തരും. നഷ്ടങ്ങളെ ലാഭമാക്കി തരും. യേശു മതിയായവൻ. ഓ കാക്കയായ ചാരാരം തരും, ആവശ്യമെല്ലാം നടത്തി തരും. നഷ്ടങ്ങളെ ലാഭമാക്കി തരും. യേശു മതിയായവൻ. ഓ യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. ആരോഗ്യമുള്ള ശരീരം തരും. രോഗങ്ങളെ ദൈവം നീക്കി തരും. ശാന്തമായി ഉറങ്ങുവാൻ കൃപ തന്നിടും. യേശു മതിയായവൻ. അതെ, ആരോഗ്യമുള്ള ഓ ശരീരം. ആരോഗ്യമുള്ള ശരീരം തരും. രോഗങ്ങളെ ദൈവം നീക്കി തരും. ശാന്തമായി ഉറങ്ങുവാൻ കൃപ തന്നിടും. യേശു മതിയായവൻ. ഓ യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്.
സ്നേഹം മതി തൻ ക്രൂശു മതി എനിക്ക് യേശു മതി തൻ ഹിതം മതി നിത്യജീവൻ മതി എനിക്ക് ഓ യേശു മതി സ്നേഹം മതി തൻ ക്രൂശു മതി എനിക്ക് യേശു മതി തൻ ഹിതം മതി നിത്യജീവൻ മതി എനിക്ക് യേശു മതി സ്നേഹം മതി തൻ ക്രൂശു മതി എനിക്ക് യേശു മതി തൻ ഹിതം മതി നിത്യജീവൻ മതി എനിക്ക് ഏറ്റെടുക്കുമോ? എന്റെ യേശുവിന്റെ ഹിതം മതി എന്ന് പറയാം. ഒരുമിച്ച് കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശാന്തമായിരുന്ന ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കടന്നു വന്ന എല്ലാവരെയും ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂടിവരവ് നമുക്ക് തന്നു. അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനം, മധ്യസ്ഥ പ്രാർത്ഥന, ആത്മാവിൽ ആരാധിക്കുവാൻ ദൈവം സഹായിച്ചല്ലോ. ഇന്ന് വചനവുമായി നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിരിക്കുന്ന മറ്റാരും തന്നെയല്ല, നമ്മുടെ പ്രിയ സഹോദരൻ തന്നെ ബിജു കുര്യൻ. കഴിഞ്ഞ നാളുകളിലൊക്കെ ഇവിടെ കടന്നു വന്ന് അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ നിറവേറ്റിട്ടുണ്ടല്ലോ. ഇന്നും നമ്മുടെ മധ്യ ആയിരിക്കുന്നു. പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ അനുസരിച്ച് കർത്താവ് പ്രിയദാസനിൽ കൂടി വചനം പകർന്നു തരട്ടെ. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. പ്രിയ ബിജു ദൈവവചനത്തിനായിട്ട് ക്ഷണിച്ചു വന്നു. Praise you, Master. Loving Heavenly Father, we come to you in the name of Jesus. Father, we thank you, Lord, for this blessed time that you've given us, Lord. Father, we thank you, Lord, for bringing us together here to enjoy this beautiful Sunday afternoon. When so many people are dying and suffering, Lord, you have brought us here with a plan and with a purpose. Father, we thank you, Lord, for this blessed privilege, dear Lord. Father, we thank you, Lord. We thank you from the bottom of our hearts, dear Lord, for all that you have done for us, dear Lord. Holy Spirit, we welcome you this afternoon, dear Lord. Holy Spirit, I ask you that you will take control of this time, dear Lord. Father, we draw a bloodline around this place, dear Lord. Father, this afternoon, we ask you that you will cleanse us with your precious blood, Lord. Father, Lord, if we have committed anything wrong, if we have committed any sins, knowingly or unknowingly, sins of omission and sins of commission, this afternoon, Lord, in thought, word, action, or deed, I ask you, Lord, that you will cleanse us with your precious blood, Lord. Father, Lord, make us clean, Master. This afternoon, I ask you, Jesus, that you will send your word and clean us, Lord. Father, Lord, even as we sit before your word, Father, we ask you that you will divide the word for us, Lord. Father, we thank you. We thank you because you are here in our midst, dear Lord. Father, speak to each one of our hearts, dear Lord, according to our needs. Father, Lord, bless all your children who have gathered here, Lord, and people who are listening online. Father, I pray that you will bless each and every one of them, dear Lord. Father, Lord, let this time be a time of refreshing, because your word says times of refreshing will come from the presence of the Lord. And this evening, Lord Jesus, we ask you for your presence, Lord. Father, Lord, as Moses said, without your presence, do not let us anywhere, Master. Father, we ask you for your presence here this afternoon, dear Lord. Bless us and keep us, Lord, as the apple of your eye. Father, we thank you and praise you. We give you all the glory, honor, and praise. In Jesus' precious name we pray. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കും ഉള്ളത്. താഴ്ചയിൽ നമ്മളെ ഓർത്തവൻ, അവന്റെ ദയ എന്നേക്കും ഉള്ളത്. വൈരിയുടെ കയ്യിൽ നിന്നുള്ള വിടുവിച്ചൻ, അവന്റെ ദയ എന്നേക്കും ഉള്ളത്.
സ്തോത്രം. ഞാനിത് പറയാൻ കാരണം ദർ ഇസ് എ റീസൺ ഫോർ ഇറ്റ്. എനിക്കിന്ന് രാവിലെ എണീച്ച് കഴിഞ്ഞപ്പോൾ അസിഡിറ്റിയുടെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ഒരു 45 സെക്കൻഡ്സ് എനിക്ക് there was no breath in me, absolutely no breath. തട്ടിപ്പോകുന്ന തന്നെ ഞാൻ വിചാരിച്ചു. ഇറ്റ് വാസ് സോ ബാഡ് ഇറ്റ് വാസ്. ഞാൻ എണീച്ചു, വൈഫിൻ്റെ അടുത്ത് പോയി, വി ബോത്ത് പ്രേഡ്. ദൈവം സൗഖ്യം തന്നു. അതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കത്തില്ലായിരുന്നു. താങ്ക് ഗോഡ് ഫോർ ഹിസ് വണ്ടർഫുൾ മെർസി. ദൈവത്തിന്റെ കരുണ. ആമേൻ. താങ്ക് യു. ഇന്ന് പല പ്രാവശ്യം അത് ഇവിടെ പറഞ്ഞു, യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ. ഞങ്ങളിത് വീട്ടിൽ ഇങ്ങനെ പറഞ്ഞു നടക്കാറുണ്ട്. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഇത് പറയുമ്പോൾ വീടിന്റെ അന്തരീക്ഷം അങ്ങ് മാറും. ഐ ഹാവ് ലിറ്ററലി എക്സ്പീരിയൻസ് ദിസ്. ഇവിടെ എനിക്ക് വളരെ സന്തോഷം തോന്നി. ഇവിടെ വചനം സാംസ് എക്സ്പോസിഷനിലും പൗലോസ് ബ്രദറും ഒക്കെ പറഞ്ഞപ്പോൾ ഈ വേഴ്സ് പിന്നെയും പറഞ്ഞു. എനിക്ക് വളരെ സന്തോഷം തോന്നി. എനിവേ, ലെറ്റ്സ് ടേൺ ടു ദ വേർഡ് ഓഫ് ദി ലോർഡ്. ദൈവനാമത്തിന് ഒരിക്കൽ കൂടെ മഹത്വം. ഇങ്ങനെ ഒരു അവസരം തന്ന ദൈവത്തിന്റെ വചനമായി നിൽക്കാൻ ദൈവം അവസരം തന്നു. ഐ കൺസിഡർ ഇറ്റ് എ റിയൽ പ്രിവിലേജ്. ഒരിക്കലും ഞാൻ റിഫ്യൂസ് ചെയ്യാറില്ല. ഇറ്റ് ഇസ് സച്ച് എ പ്രിവിലേജ് ടു സ്റ്റാൻഡ് വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ്. യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കും, അത് പറഞ്ഞാൽ മാത്രം മതി. ഐ എം സോ ഹാപ്പി വിത്ത് ദാറ്റ്. ഒരു പ്രാവശ്യം കൂടെ ഇങ്ങനെ ബാബുഷ എന്നെ വിളിച്ചു. ഇവിടുത്തെ ഭാരവാഹികൾക്കും എല്ലാവർക്കും ദൈവനാമത്തിൽ നന്ദി പറയുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി the passage that I've taken is from Hosea chapter 6 verse 3 and 6. Hosea chapter 6, ഹോശേയുടെ പുസ്തകം 6-ാം അധ്യായം 3-ാം വാക്യത്തിന്റെ ആദ്യത്തെ ഭാഗം. മതി, 6-ാമത്തെ ഭാഗം. മതി, ഇംഗ്ലീഷ് ഞാൻ വായിക്കാം. 3-ാം വാക്യം. Let us pursue the knowledge of God, of the Lord. 6-ാമത്തെ വാക്യം. For I desire mercy and not sacrifice, and the knowledge of God more than burnt offerings. അപ്പം ദൈവമാണ് ഇത് ഇവിടെ പറയുന്നത്. I desire mercy and not sacrifice. യാഗത്തിലല്ല, knowledge of God. അപ്പം ഇന്നത്തെ എൻ്റെ മെസ്സേജിന്റെ തലക്കെട്ട് ഇറ്റ്സ് pursuing the knowledge of God. നോളജ് എന്ന് പറഞ്ഞാൽ എന്താണ്? അറിവ്. വാട്ട് ഇസ് നോളജ്? നോളജ് ഇസ് ഫാക്ട്സ്, ഇൻഫർമേഷൻ ആൻഡ് സ്കിൽസ് അക്വയർഡ് ത്രൂ എക്സ്പീരിയൻസ് ഓർ എഡ്യൂക്കേഷൻ. നമ്മൾ ഒരു സബ്ജക്റ്റിൽ ഒരു നോളജ് ഉണ്ടെന്ന് പറയും. ഇപ്പം ഫോർ എക്സാമ്പിൾ ഈ ബ്രദർ പറയുന്നത് എനിക്ക് ഈ സൗണ്ട് സിസ്റ്റത്തിൽ നോളജ് ഉണ്ട്, അല്ലെങ്കിൽ ഈ ബ്രദർ പറയുന്നത് എനിക്ക് മ്യൂസിക്കിൽ നോളജ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഫ്രം എ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആ നോളജ് കിട്ടുന്നു. പക്ഷെ ഇവിടെ വചനം എന്താ പറയുന്നത്? ലെറ്റ് us pursue the knowledge of the Lord. ദൈവത്തിലുള്ള പരിജ്ഞാനം, ദൈവ പരിജ്ഞാനം, അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. ഈ ദൈവ പരിജ്ഞാനം വചനം ഓർപ്പിക്കുന്നു. ഇതിനെ നാം അറിഞ്ഞുകൂടെ, യഹോവയെ അറിവാൻ നാം ഉത്സാഹിക്കാം. അപ്പൊ ഇതറിയാൻ ഒരു ഉത്സാഹം ദൈവവചനം നമ്മളെ ഓർപ്പിക്കുന്നു. ഇങ്ങനെ ഉത്സാഹിച്ച് ഈ ദൈവ പരിജ്ഞാനം കിട്ടിയാൽ എന്ത് പറ്റും? ദൈവം അതിൽ പ്രസാദിക്കും. ദൈവത്തിന് പ്രസാദം വരുത്തുന്ന 2 കാര്യം: 1 ദയ, 2 ദൈവപരിജ്ഞാനം. ഈ ദൈവപരിജ്ഞാനത്തിൽ നമ്മൾ വളരുമ്പോഴാണ് ദൈവം നമ്മളിൽ പ്രസാദിക്കുന്നത്. അക്കോർഡിംഗ് ടു ദ ബൈബിൾ, വാട്ട് ഈസ് ദ നോളജ് ഓഫ് ഗോഡ്? ബൈബിൾ എന്താ പറയുന്നത് നമുക്ക് നോക്കാം. According to the Bible, the knowledge of God is a deep relational experience, not just intellectual facts. It is about knowing God. ദൈവത്തെ അറിയുന്ന ഒരു കാര്യമാണ്. Through scripture, through Jesus Christ. അപ്പം ഇത് എന്തിലേക്ക് നയിക്കും നമ്മളെ? ഇങ്ങനൊരു അറിവ് കിട്ടിക്കഴിഞ്ഞാൽ ഇത് നമ്മളെ നയിക്കുന്നത് 3 കാര്യത്തിലേക്ക് നയിക്കും. 1 രൂപാന്തരത്തിലേക്ക് നയിക്കും, 2 വിശ്വാസത്തിലേക്ക് നയിക്കും, 3 അനുസരണത്തിലേക്ക് നയിക്കും. ഈ പരിജ്ഞാനത്തിൽ കൂടെ ദൈവം ആരാന്ന് നമ്മളെ തന്നെ നമുക്ക് കാണിച്ചു തരും. ദൈവം നിത്യനായ ദൈവമാണെന്ന് കാണിച്ചു തരും, ശക്തനായ ദൈവമാണെന്ന് കാണിച്ചു തരും, വിശുദ്ധനായ ദൈവമാണെന്ന് ദൈവം തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരും. അതുകൊണ്ടാണ് പൗലോസ്, ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്രേയേഴ്സ്
in the whole of Bible. എഫേസ്യർ ലേഖനത്തിന് 1-ാം അധ്യായം 17 തൊട്ട് 19 വരെയുള്ള വാക്യങ്ങൾ. എഫേസ്യർ ലേഖനം 1-ാം അധ്യായം 17 തൊട്ട് 19 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ടാ. വ്യാപാരത്തിൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്നതിന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം നിങ്ങൾ അറിയേണ്ടതുണ്ടാവും. അപ്പോ ഇവിടെ പൗലോസ് നമ്മളെ ഓർപ്പിക്കുന്നത് ഹീസ് പ്രേയിങ് the God of our Lord Jesus Christ, the Father of glory, may give to you. പൗലോസിന് ഈ പരിജ്ഞാനം കിട്ടി. അതുകൊണ്ടാണ് പൗലോസ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്ത് എന്റെ പ്രാർത്ഥനയിൽ അങ്ങനെ ഇവിടെ കൊടുത്തേക്കുന്നത്. സോ ഹീസ് പ്രേയിങ് ദാറ്റ് വി ഷുഡ് ഗെറ്റ് ദിസ് നോളജ്. എന്താ പറഞ്ഞേക്കുന്നത്? God of the Father of glory may give to you the spirit of wisdom and knowledge, spirit of wisdom and revelation in the knowledge of God. അപ്പൊ ഈ റെവലേഷൻ ദൈവ പരിജ്ഞാനത്തിലേക്ക് നമുക്ക് കിട്ടണം. ഇതാ പൗലോസ് ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാ ഇത് പൗലോസ് ഇങ്ങനെ പറയുന്നത് അറിയാമോ? 2 കാര്യങ്ങൾ. ഒന്ന്, the eyes of your understanding being enlightened, നമ്മുടെ കണ്ണ് ദൃഷ്ടി പ്രകാശിക്കും. 2, നമ്മൾ ദൈവത്തെ ഉള്ളതുപോലെ അറിയും. ഇങ്ങനെ ചെയ്യുന്ന എന്തുകൊണ്ടാണെന്നറിയാം? 3 കാര്യങ്ങളാണ് അതിന്റെ ആഫ്റ്റർ ഇഫക്ട്സ് ആയിട്ട് കൊടുത്തേക്കുന്നത്. ഒന്ന്, അവന്റെ വിളിയാലുള്ള ആശ ഉന്നതെന്നും, ദ ഹോപ്പ് ഓഫ് ഹിസ് കോളിംഗ്, ദൈവത്തിന്റെ വിളി അത് എത്രമാത്രം ഉന്നതമാണെന്ന് നമുക്ക് ദൈവത്തിന്റെ പരിജ്ഞാനത്തിൽ കൂടെ അറിയാം. 2, വാട്ട് ആർ ദ റിച്ചസ് ഓഫ് ഹിസ് ഗ്ലോറി ഓഫ് ഹിസ് ഇൻഹെറിറ്റൻസ് ഇൻ ദ സെയിൻസ്, വിശുദ്ധന്മാർ അവന്റെ അവകാശത്തിന്റെ മഹിമതലം അത് അറിയിക്കും നമ്മളെ. 3, അവന്റെ ബലത്തിൽ വല്ലഭത്തിന്റെ വ്യാപാരം, ദ വർക്കിംഗ് ഓഫ് ഹിസ് മൈറ്റി പവർ. ഈ മൈറ്റി പവർ എന്താണ്? പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. ഈ മൈറ്റി പവർ എന്താ ചെയ്തത്? യേശുക്രിസ്തുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അതേ ശക്തിയാണ് നമുക്ക് ഈ പരിജ്ഞാനത്തിൽ കൂടെ കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് ഈ പരിജ്ഞാനം നമ്മൾ ഉത്സാഹിച്ച് നേടിയെടുക്കണം. We should pursue the knowledge of God. ഈ ദൈവ പരിജ്ഞാനം അറിയാൻ ശ്രമിച്ച ഒരാളുടെ കഥയാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. മറ്റാരുമല്ല, ഇറ്റ് ഈസ് Abraham. The life of Abraham, it's an amazing character. ഇതുപോലൊരു മനുഷ്യൻ വേദപുസ്തകത്തിൽ വേറെ ഉണ്ടോന്ന് അറിയത്തില്ല. അത്രമാത്രം ദൈവവുമായിട്ട് ബന്ധം പുലർത്തിയ ഒരു മനുഷ്യനാണ്, ഒരു ഭക്തനാണ്. ഞാൻ ബൈബിൾ നോക്കിയപ്പോൾ എബ്രഹാമിനെ പോലെ തന്നെയാണ് മോശയും. പക്ഷേ മോശയോട് ദൈവം 40 വർഷമേ സംസാരിച്ചു. 80-ാമത്തെ വയസ്സിൽ വിളിച്ചു, 120-ാമത്തെ വയസ്സിൽ അങ്ങ് കൊണ്ടുപോയി. പക്ഷെ എബ്രഹാമിനെ വിളിച്ചത് 75-ാമത്തെ വയസ്സിലാണ്. പുള്ളി മരിക്കുന്നത് ഏത് വയസ്സിലാണ്? ഏത് വയസ്സിലാണ് എബ്രഹാം മരിക്കുന്ന അറിയാമോ? 175. അപ്പൊ എൻ്റെ ഒരു ചിന്ത, 100 വയസ്സോളം ദൈവവുമായിട്ട് നടന്നു. എബ്രഹാമിനെ പറ്റി 14 പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുള്ളിയുടെ എന്തെങ്കിലും ഒരു മെൻഷൻ 14 പുസ്തകത്തിൽ, ബൈബിളിന്റെ 14 പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉൽപ്പത്തിയിൽ തന്നെ 12-ാം അധ്യായത്തിൽ തുടങ്ങി 25-ാം അധ്യായം വരെ അദ്ദേഹത്തെ പറ്റി എഴുതിയിട്ടുണ്ട്. അത്രമാത്രം ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ്. ഈ ക്യാരക്ടർ ദൈവമായിട്ട് 6 എൻകൗണ്ടർ അല്ലെങ്കിൽ ദൈവമായിട്ടുള്ള ഒരു മീറ്റിംഗ് 6 പ്രാവശ്യം വേദപുസ്തകത്തിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഈ മനുഷ്യൻ എങ്ങനെയാണ് ദൈവത്തെ പ്രസാദിപ്പിച്ചത്? അവൻ ദൈവ പരിജ്ഞാനത്തിൽ വളർന്നു. അതുകൊണ്ടാണ് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റിയത്. He pursued the knowledge of God. How did he start this pursuit? ഈ ഉത്സാഹം എവിടുന്ന് തുടങ്ങി? ദൈവമാ തുടങ്ങിയത്. അബ്രഹാമിന്റെ ജീവിതത്തിൽ 6 വ്യത്യസ്ത തലങ്ങളിൽ ദൈവത്തെ അവൻ അറിഞ്ഞു. അങ്ങനെയാണ് അവന്റെ പരിജ്ഞാനം വളർന്നത്. നമുക്ക് നോക്കാം ഈ 6 തലങ്ങൾ എന്തുവാണ്. 1, തേജോമനായ ദൈവത്തെ അവൻ കണ്ടു. He saw the God of glory. ഉൽപ്പത്തി 12:1 വായിക്കാം.
മതി. അപ്പോൾ ദൈവത്തിന്റെ എബ്രഹാമിന്റെ ഫസ്റ്റ് എൻകൗണ്ടർ വിത്ത് ഗോഡ് ഉൽപ്പത്തി 12 ഇവിടെ വന്ന് ദൈവം പറയുന്നു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമാകും, ഈ ദേശം വിട്ടു പോകണം. അപ്പം തേജോമനായ ദൈവത്തെ കണ്ടോ? ഇവിടെ കൊടുത്തിട്ടുണ്ടോ? ബൈബിളിൽ കൊടുത്തിട്ടുണ്ടോ? ഉണ്ട്. അപ്പോസ്തല പ്രവർത്തികൾ 7:2 സ്റ്റെഫാനോസിനെ കല്ലെറിയുന്നതിന് മുമ്പേ സ്റ്റെഫാനോസ് ഈ ഒരു ഡിക്ലറേഷൻ പറയുന്നുണ്ട്. മതി. അപ്പോൾ വചനം വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു, തേജോമനായ ദൈവത്തെ അബ്രഹാം കണ്ടു. ഈ കണ്ടുകൊണ്ടാണ് ഈ തിരിച്ചറിവ് കിട്ടിയത്. അബ്രഹാം എന്തുവായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? വിഗ്രഹങ്ങളെ ഉണ്ടാക്കി നടക്കുകയായിരുന്നു. യോശുവ 24:2 ഇങ്ങനെ പറയുന്നു, അപ്പോൾ യോശുവ സർവ്വജനത്തോടും പറഞ്ഞത് എന്തെന്നാൽ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാമിന്റെയും നാഹോറിന്റെയും പിതാവ് തേരഹ് പണ്ട് നദിക്കക്കര പാർത്ത് അന്യദൈവങ്ങളെ സേവിച്ചു വന്നു. ഈ അന്യദൈവങ്ങളെ സേവിച്ചു വന്ന അബ്രഹാം തേജോമനായ ദൈവത്തെ കണ്ടപ്പോൾ യഥാർത്ഥ ദൈവം ആരാന്ന് മനസ്സിലായി. ദൈവത്തിനെ പറ്റിയുള്ള പരിജ്ഞാനം അവന് കൂടി. തന്റെ തേജസ്സും മഹത്വം അവനെ കാണിച്ചു. അത് ദർശിച്ചപ്പോൾ അവൻ യഥാർത്ഥ ദൈവം ആരാണെന്ന് മനസ്സിലാക്കി. ദൈവം ആരെന്ന് അവന് വെളിപ്പെട്ടു. അങ്ങനെ ആണ് അവൻ ദൈവം വിളിച്ചപ്പോൾ മെസപ്പൊട്ടോമിയയിൽ നിന്ന് ഇറങ്ങി വിഗ്രഹത്തെ വിട്ട് പുതിയൊരു ദേശത്തേക്ക് പോയത്. ദൈവത്തിന്റെ വാക്ക് കേട്ട് ദൈവത്തെ അനുസരിച്ച് അവൻ ചെന്നപ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹം അവനുണ്ടായി, ദൈവത്തിന്റെ വാക്തത്വങ്ങൾ അവനുണ്ടായി, ദൈവത്തിന്റെ നന്മയെ കാണാൻ പറ്റി, അവന്റെ സന്തതികളെ കാണാൻ പറ്റി, സന്തതികളുടെ വാക്തത്വം കൊടുത്തു, പാർക്കുന്ന ദേശത്തിന്റെ വാക്തത്വം കൊടുത്തു. അതുകൊണ്ട് ഈ തേജോമനായ ദൈവം കണ്ടപ്പോൾ അബ്രഹാമിന്റെ പരിജ്ഞാനം വർദ്ധിച്ചു. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും എൻ്റെ വിശ്വാസം ഈ തേജോമയനായ ദൈവത്തെ കണ്ടു. എങ്ങനെ കണ്ടു? യേശു ക്രിസ്തുവിൽ കൂടെ കണ്ടു. ആ ഒരു ഭാഗ്യമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. പൗലോസിന്റെ ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ദമസ്കോസിന്റെ പടിവാതിക്കൽ ഇതേ ദൈവത്തെ പൗലോസ് കണ്ടു. പൗലോസിന്റെ ജീവിതം മാറ്റിമറിഞ്ഞു, അല്ലേ? ഒറ്റ ഒരു വെളിച്ചം പൗലോസ് കണ്ടപ്പോൾ ശൗല് പൗലോസായി മാറി. ഇതുപോലൊരു സംഭവം ആഫ്രിക്കയിൽ നടന്നു. സാമുവൽ മോറിസ് എന്ന് പറഞ്ഞൊരു ചെറിയ പയ്യൻ, 14 വയസ്സുള്ളൊരു പയ്യൻ. ഈ പയ്യൻ ലൈബീരിയ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഈ ചെറിയ ബാലൻ, അവന്റെ പിതാവ് അവിടുത്തെ ഗോത്ര പിതാവായിരുന്നു, ട്രൈബൽ ചീഫാണ്. അപ്പൊ ഈ ഗോത്രങ്ങൾ തമ്മിൽ വഴക്കുണ്ടാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരെ പിടിച്ചോണ്ട് പോകും. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പ്രാവശ്യം ഇവർ വന്ന് പിടിച്ചുകൊണ്ട് പോയി ഈ 14 വയസ്സുള്ള പയ്യനെ അവർ കൊണ്ടുപോയിട്ട് അവരെ കെട്ടിവെച്ചു. ഓരോ മാസവും ഇവർക്ക് ഫുഡും എല്ലാം കൊടുക്കണം. ഈ ട്രൈബ് മറ്റേ ട്രൈബിന് കൊടുക്കണം. അങ്ങനെ ഫുഡ് കൊടുക്കാൻ വയ്യാതെ വന്നപ്പോൾ ഇവനെ കൊല്ലാൻ തീരുമാനിച്ചു. ഇവനെ ഒരു കുഴിക്കകത്ത് നിർത്തി കഴുത്തറ്റം മണ്ണിട്ട് മൂടി ചുറ്റും ഉറുമ്പ്, വലിയ ഈ വൈൽഡ് ലാൻഡ്സ്, ഉറുമ്പിന്റെ ആ സ്ഥലത്ത് കൊണ്ടിട്ടു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവൻ നിലവിളിച്ചപ്പോൾ ഇതുപോലൊരു ലൈറ്റ് അവൻ അടിച്ചു. 14 വയസ്സേ ഉള്ളൂ. ലൈറ്റ് അടിച്ച് അവന്റെ പേര് പ്രിൻസ് കാബോ എന്നാണ്. കാബോ റൺ എന്ന് പറഞ്ഞു. അവൻ എണ്ണീച്ച് ഓടി. ദിവസങ്ങൾ ഓടി, അറ്റ്ലീസ്റ്റ് ഒരാഴ്ച ഓടിയെന്നാ പറയുന്നത്. എന്തൊരു കോഫി പ്ലാന്റേഷൻ ചെന്ന് പെട്ടു. അവൻ അവിടുത്തെ കോഫി പ്ലാന്റേഷന്റെ മാനേജർ, അവരുടെ വീട്ടിൽ ഒരു അമേരിക്കൻ മിഷണറീസ് ആയിരുന്നു. അവരുടെ വീട്ടിൽ താമസിപ്പിച്ചു. അവനെ സ്കൂളിൽ പഠിപ്പിച്ചു. ഒരു ദിവസം അമേരിക്കൻ വേറെ മിഷണറീസ് ഇവരുടെ വീട്ടിൽ ഇവരുടെ സഭയെ വന്നപ്പോൾ ശൗലിന്റെ ഈ ദമസ്കോസ് പടിവാതിലുള്ള എക്സ്പീരിയൻസ് അവർ ഷെയർ ചെയ്തു. അവൻ പറഞ്ഞു, ഇത് തന്നെയാണ് എനിക്ക് സംഭവിച്ചത്. ദിസ് ഇസ് ഗോഡ് ഹു സേവ്ഡ് മീ. അങ്ങനെ അവൻ ക്രിസ്തുവിന് വേണ്ടി ജീവിതം കൊടുത്തു. 2 വർഷത്തിനുള്ളിൽ 18 വയസ്സിൽ അവൻ അമേരിക്കയിൽ ചെന്നു. വലിയൊരു ഒരു റെവല്യൂഷൻ അവൻ ക്രിയേറ്റ് ചെയ്തു. 18 വയസ്സ് വരെയും ജീവിച്ചുള്ളൂ. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് 20 വയസ്സ് വരെയും ജീവിച്ചുള്ളൂ. 2 വർഷത്തിനുള്ളിൽ അനേകരെ അവൻ കർത്താവിലേക്ക് നയിച്ചു. അവൻ മുഖാന്തരം അനേകം അമേരിക്കൻ മിഷണറിമാർ
ലൈബീരിയയിലേക്ക് തിരിച്ചു വന്നു. അപ്പം ദൈവത്തെ കണ്ടുമുട്ടിയവർ ഈ ലോകത്തെ മാറ്റിമറിക്കും. അതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും ഇവിടെ അബ്രഹാം തേജോമനായ ദൈവത്തെ കണ്ടപ്പോൾ അവൻ യഥാർത്ഥ ദൈവം ആരാന്ന് അവന് മനസ്സിലായി. രണ്ടാമത്തെ എക്സ്പീരിയൻസ് അബ്രഹാമിന് കിട്ടിയത് അത്യുന്നതനായ ദൈവത്തെ അവൻ കണ്ടു. ഉൽപ്പത്തി 14:18 ഒന്ന് വായിക്കാമോ? മതി. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന അബ്രഹാമും ലോത്തും ഉണ്ട്. അബ്രഹാമിന്റെ ദേശത്ത് പാർക്കുന്ന സൊദോം രാജാവിനെ മറ്റു രാജാക്കന്മാർ പിടിച്ചുകൊണ്ടുപോയി. ലോത്തിനെയും കുടുംബത്തെയും പിടിച്ചുകൊണ്ടുപോയി, അവന്റെ ഉള്ളതെല്ലാം പിടിച്ചുകൊണ്ടുപോയി. അബ്രഹാമും അബ്രഹാമിന്റെ അഭ്യാസികളും 318 പേരും ചെന്ന് ഇവരെ മടക്കിക്കൊണ്ടുവന്നു. അങ്ങനെ മടക്കിക്കൊണ്ടുവരുന്ന വഴിക്ക് ഇവര് കാണുന്നത് ഈ മെൽക്കിസേദെക്ക് എന്ന പുരോഹിതൻ ഇവിടെ കൊടുത്തേക്കുന്ന മെൽക്കിസേദെക്ക് വന്നിട്ട് 19 കൂടെ വായിച്ചാട്ടെ. സ്വർഗ്ഗത്തിനും ഭൂമിക്കുനാഥനായി അത്യുന്നതനായ ദൈവത്താൽ എപ്രകാരം അനുഗ്രഹിക്കപ്പെടും. അപ്പം അബ്രഹാം ഈ മെൽക്കിസേദെക്കിനെ കണ്ടപ്പോൾ മെൽക്കിസേദെക്ക് ഇങ്ങനെ പറയുന്നു, ബ്ലെസ്ഡ് ബി ദ ഏബ്രഹാം ഓഫ് ഗോഡ് മോസ്റ്റ് ഹൈ, അത്യുന്നതനായ ദൈവം, പൊസസർ ഓഫ് ഹെവൻ ആൻഡ് എർത്ത്. അപ്പം ഈ മെൽക്കിസേദെക്ക് എന്ന് പറയുന്ന പുരോഹിതൻ ഒരു മിസ്റ്ററി ഫിഗർ ആണ്. ഈ മെൽക്കിസേദെക്കിന് ഹിസ്റ്റോറിക്കൽ റെക്കോർഡ് ഇല്ലെന്നാണ് പറയുന്നത്. അതെന്തുകൊണ്ടാന്ന് പറഞ്ഞാല് ഇത് ഈ ഷാഡോ ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്നാ പറയുന്നത് മെൽക്കിസേദെക്ക്. എബ്രായർ 7:3 ഒന്ന് വായിച്ചാട്ടെ പെട്ടെന്ന്. അതിനകത്ത് അതിന്റെ ആൻസർ, അത് എന്തുകൊണ്ടാണ് ഈ സസ്പിഷൻ ഇങ്ങനെ വരുന്നത്, എബ്രായർ 7:3 കൊടുത്തിട്ടുണ്ട്. അവന് പിതാവില്ല, മാതാവില്ല, വംശാവലിയില്ല, ജീവാരംഭോ ജീവവത്താമോ ദൈവപുത്രനും മതി. അപ്പോൾ ഇങ്ങനൊരു സംഭവം അവിടെ നിൽക്കുമ്പോൾ അബ്രഹാമിനെ കണ്ടിട്ട് ഈ പുരോഹിതൻ പറയാണ്, ബ്ലെസ്ഡ് ബി ഏബ്രഹാം ഓഫ് ഗോഡ് മോസ്റ്റ് ഹൈ, അത്യുന്നതനായ ദൈവത്തിന്റെ പൊസസർ ഓഫ് ഹെവൻ ആൻഡ് എർത്ത്. ഈ ഒരു ദൈവത്തെയാ അബ്രഹാം കണ്ടത്. അബ്രഹാം മെൽക്കിസേദെക്കിനെ കണ്ടപ്പോൾ ദശാംശം കൊടുത്തെന്നായി പറയുന്നു. അപ്പോൾ ഈ വലിയവനായ ദൈവത്തെ അത്യുന്നതനായ ദൈവമെന്ന് മെൽക്കിസേദെക്ക് പറഞ്ഞപ്പോൾ അബ്രഹാമിന് മനസ്സിലായി. എന്തുകൊണ്ടായി ഈ അത്യുന്നതൻ എന്ന് പറഞ്ഞു? ഉന്നതന് മേലെ ഉന്നതൻ, അതിനു മേലെ അത്യുന്നതൻ. ഈസ് ദി മോസ്റ്റ്, അതിനപ്പുറം ആരുമില്ല. ദർ ഇസ് നോ വൺ ഗ്രേറ്റർ ദൻ ആ ഗോഡ്. ഇത് യെശയ്യാ 45:23 കർത്താവ് തന്നെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എന്റെ മുമ്പിൽ ഏത് മുഴങ്കാലും മടങ്ങും, ഏത് നാവും സത്യം ചെയ്യും എന്നിങ്ങനെ എന്റെ വായിൽ നിന്ന് നീതിയും മടങ്ങാത്ത ഒരു വചനവും പുറപ്പെട്ടിരിക്കുന്നു. ഇത് തന്നെയാണ് പൗലോസ് റോമാലേഖനത്തിൽ 14 പറയുന്നത്, എന്റെ മുമ്പിൽ എല്ലാ മുഴങ്കാലും മടങ്ങും, എല്ലാ നാവും ദൈവത്തെ സ്തുതിക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അപ്പോൾ ദൈവം തന്നെ ഹീസ് ടെല്ലിങ്, ഐ ആം മോസ്റ്റ് ഹൈ, അത്യുന്നതനായ ദൈവം ഞാനാണ്. ദർ ഇസ് നോ വൺ ഗ്രേറ്റർ ദാൻ ദിസ്. അങ്ങനെ പറയുന്നു പൗലോസ്. പിന്നെയും ഫിലിപ്പിയർ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു, അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സർവ ലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങും. അപ്പം വിത്തൗട്ട് എ ഡൗട്ട് നമ്മുടെ ദൈവം അത്യുന്നതനാണ്, സ്വർഗത്തിനും ഭൂമിക്കും നാഥനാണ്. ഈ ഒരു കാഴ്ചപ്പാട് അബ്രഹാമിന് ലഭിച്ചു. അത്യുന്നത ദൈവത്തെ ഞാൻ കണ്ടു എന്നുള്ള ഒരു കാഴ്ചപ്പാട് ലഭിച്ചു. ഈ കാഴ്ചപ്പാട് ജാതികൾക്കും ലഭിച്ചിട്ടുണ്ട്. യോശുവയുടെ പുസ്തകം 2-ാം അധ്യായം 9 തൊട്ട് 11 വരെ വളരെ മനോഹരമായ ഒരു ടെസ്റ്റിമണി. ഞാൻ 2 ടെസ്റ്റിമണീസ് ജാതികൾ ദൈവത്തെക്കുറിച്ച് പറയുന്നത് നമുക്ക് ഇതിനകത്ത് കാണാം. ഒന്ന്, റാഹാബ്. നമ്മൾ റാഹാബിനെ പറ്റി നേരത്തെ ഇവിടെ ബ്രദർമാർ പറഞ്ഞു. റാഹാബിന് ഇങ്ങനെ പറയുന്നു, 9 തൊട്ട് 11 വരെ ഒന്ന് വായിക്കണം. യോശുവ 2:9 തൊട്ട് 11 വരെ. യഹോവ ഈ ദേശത്തിൽ നിങ്ങളെ പേരി എപ്പോഴൊക്കെ ഈ ദേശത്തിലെ വാക്കുകൾ എല്ലാവരും
നിങ്ങൾ കേരളത്തിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ യഹോവ നിങ്ങൾക്ക് വേണ്ടി ചെങ്കടലിലെ വെള്ളം പറ്റിച്ചതും ഒന്നിട്ട് വെച്ച് അത്ഭുതമാക്കിയ എന്ന രണ്ട് ഒരു രാജാക്കളുടെ പേര് ഞങ്ങൾ കേട്ടു. കേട്ടപ്പോൾ തന്നെ ഞങ്ങളുടെ ഹൃദയം കിട്ടി. നിങ്ങളുടെ നിമിത്തം എല്ലാവരും ധൈര്യം കിട്ടുമ്പോൾ നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ പല ദൈവമാണ്. അപ്പോൾ നമ്മൾ റാഹാബിന്റെ ടെസ്റ്റ് മണി കേട്ടു. റാഹാബ് പറയുവാണ്, ഞാൻ ഈ ദൈവത്തെ ഞാൻ കേട്ടു, അബ്രഹാം കണ്ടു. ഇതുപോലെ തന്നെയാണ് നെബൂഖദ്നേസർ. നമുക്കറിയാം ദാനിയേൽ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ രണ്ടും പല 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 സ്ഥലത്ത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. നെബൂഖദ്നേസർ ഒരു ടെസ്റ്റ് മണി പറയാണ്. നെബൂഖദ്നേസർ നമുക്കറിയാം മൃഗത്തെ പോലെ മാറിപ്പോയി, പിന്നെ ദൈവത്തോട് അപേക്ഷിച്ചു, അവൻ തിരികെ വന്നു. നെബൂഖദ്നേസർ ഇങ്ങനെ പറയുന്നു, ദാനിയേൽ 4:2, അത്യുന്നതനായ ദൈവം എങ്കിൽ പ്രവർത്തിച്ച അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രസിദ്ധമാക്കുന്നത് നന്നെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അത്യുന്നതനായ ദൈവം എന്ന് അദ്ദേഹത്തിന് ബോധ്യം വന്നു. 17-ാമത്തെ വാക്യത്തിൽ പിന്നെ പറഞ്ഞു, അത്യുന്നതനായവൻ മനുഷ്യരുടെ വാഴുകയും കൊടുക്കുകയും മതി. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്, ജാതികൾ പറയും അത്യുന്നതനായ ദൈവം നമ്മുടെ ദൈവമാണ്. ഇത് തന്നെയാണ് അബ്രഹാം കണ്ടത്. സോ നമ്മൾ ആദ്യം കണ്ടു തേജോമനായ ദൈവത്തെ അബ്രഹാം കണ്ടു. 2, അത്യുന്നതനായ ദൈവത്തെ കണ്ടു. മൂന്നാമത് അവൻ കണ്ടത് പരിപാലിക്കുന്ന ദൈവം, പ്രൊട്ടക്ടർ ഓഫ് ഗോഡ്. അപ്പൊ നമ്മൾ 14-ാമത്തെ അധ്യായത്തിന് 15-ലോട്ട് വന്നു. ഓക്കെ, പരിപാലിക്കുന്ന ദൈവം. 15-ന്റെ 1 വായിച്ചാൽ. അതിനുശേഷം എബ്രഹാമെ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയത്തിന്റെ അതിമഹത്തായ പ്രതിഫലവും. മതി. അപ്പോ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ദൈവം പരിപാലിക്കുന്ന ദൈവം, അതിമഹത്തായ പ്രതിഫലം നൽകുന്ന ഒരു ദൈവമാണ്. എന്തുകൊണ്ടാണ് ദൈവം ഈ ഒരു ഉറപ്പ് കൊടുക്കുന്നത്? ഭയപ്പെടേണ്ട അങ്ങനെ പറയുന്നത്. അപ്പം ഞാൻ നിന്റെ പരിചയം, നിന്റെ അതിമഹത്തായ പ്രതിഫലമാകും. ഐ എം യുവർ ഷീൽഡ് ആൻഡ് യുവർ എക്സീഡിങ് ഗ്രേറ്റ് റിവാർഡ്. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ തൊട്ടു മുമ്പേ ചിന്തിച്ചതുപോലെ അബ്രഹാം ലോത്തിനെയൊക്കെ തിരികെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അബ്രഹാമിനൊരു പേടി, ഇവന്മാർ റിറ്റാലിയേറ്റ് ചെയ്യുമോ, റിവെഞ്ച് എടുക്കുമോ എന്നുള്ളൊരു പേടി. അങ്ങനെ പേടിച്ചിരിക്കുന്ന സമയത്താണ് അബ്രഹാമിനോട് ദൈവം പറയുന്നത്, അബ്രഹാം, ഐ എം യുവർ ഷീൽഡ് ആൻഡ് യുവർ എക്സീഡിങ് ഗ്രേറ്റ് റിവാർഡ്. അബ്രഹാം വളരെ പേടിച്ചിരുന്ന സമയത്ത് ദൈവം ഈ പ്രോമിസ് കൊടുക്കുകയാണ്. പ്രോമിസ് മാത്രമല്ല, ദൈവം പറയുന്നു, ഞാൻ നിന്നെ അതിമഹത്തായ പ്രതിഫലവും നിനക്ക് തരും. ഈ 15-ാമത്തെ അധ്യായം വായിച്ചു കഴിഞ്ഞാൽ ദ ഹോൾ ചാപ്റ്റർ, ആ ഫുൾ ചാപ്റ്റർ ദൈവവും അബ്രഹാമും തമ്മിലുള്ള സംഭാഷണങ്ങളാണ്. ദൈവത്തിന്റെ ഉടമ്പടി അവിടെ സ്ഥാപിക്കുന്നു. ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. അങ്ങനെ അത് മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ സംഭാഷണങ്ങൾ മാത്രമാണ്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞ ഉടനെ അബ്രഹാം ചോദിക്കുന്നു 2-ാമത്തെ വാക്യത്തിൽ, അതിന് അബ്രഹാം, കർത്താവായ യഹോവേ, നീ എനിക്ക് എന്ത് തരും? ഓക്കെ, ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ, എന്റെ അവകാശി രമേശക്കാരനായ എലിയാസൻ. അപ്പോൾ പ്രോമിസ് കൊടുത്തത് എന്നാ കൊടുത്തത്? 75-ാം വയസ്സിൽ കൊടുത്തത് ആ പ്രോമിസ്. 12-ാം അധ്യായത്തിന്റെ 1 പറഞ്ഞു, ഞാൻ നിനക്ക് സന്തതിയെ തരുമെന്ന്. ഇതുവരെ ആയിട്ടില്ല. ഇവിടെ ഈ 15-ാമത്തെ അധ്യായം വരുമ്പോൾ അബ്രഹാമിന് ഏകദേശം 80-85 വയസ്സായി കാണും. അപ്പം കർത്താവിനോട് ചോദിക്കണം, നീ എന്ത് തരും? അപ്പം കർത്താവ്, ദൈവം അവനെ വിളിച്ചുകൊണ്ട് പോയിട്ട് വെളിയിൽ നക്ഷത്രം കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇതുപോലെ നിന്റെ സന്തതിയെ ഞാൻ തരും. അപ്പോൾ ആ അധ്യായത്തിന്റെ 15-ന്റെ 6 ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, അവൻ യഹോവയിൽ വിശ്വസിച്ചു, അത് അവന് നീതിക്കായി കണക്കിട്ടു. അത് കഴിഞ്ഞിട്ട് അടുത്ത താഴെയുള്ള വാക്യങ്ങളും ദേശം കൊടുക്കുന്നുണ്ട്. മതി. അപ്പോൾ സന്തതിയെ കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ വിശ്വസിച്ചു, ദേശം കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ വിശ്വസിച്ചില്ല. അപ്പോൾ ഉടനെ ഞാൻ തെളിവ് ചോദിച്ചു. താഴെ കൊടുത്തിട്ടുണ്ട് 8-ാമത്തെ വാക്യം. ഞാൻ
എന്നാൽ അറിയാതെ മതി. അപ്പോൾ ഇതിന് സംശയിച്ചു. ചില ദൈവപണ്ഡിതന്മാർ പറഞ്ഞു ഈ സംശയം കാരണമാണ് അബ്രഹാം ഈ യാഗം കഴിക്കുമ്പോൾ ഉറങ്ങിപ്പോയത്. ഈ ഉറങ്ങിയ കാരണത്താൽ യഹൂദ ജാതി 430 വർഷം ഇസ്രായേലിൽ അടിമയായി ജീവിക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ് ദൈവം ഒന്നും പറഞ്ഞില്ല. അനേക വാഗ്ദത്തങ്ങൾ ദൈവം കൊടുത്തു. യാഗം കഴിഞ്ഞു, എന്നിട്ട് ദൈവം പോയി. അതുകൊണ്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന പരിപാലിക്കുന്ന ദൈവം, അതിമഹത്തായ പ്രതിഫലം തരുന്ന ഒരു ദൈവത്തെ അബ്രഹാം കണ്ടു. 4, അബ്രഹാം കണ്ടത് സർവശക്തനായ ദൈവം, ഓൾമൈറ്റി ഗോഡ്. നമ്മൾ 17-ാമത്തെ അധ്യായത്തിലോട്ട് പോവാണ്. ജെനസിസ് 17:1, ഉൽപ്പത്തി 17:1. യഹോവന് 90 വയസ്സായിരുന്നു. യഹോവ പ്രധാന പ്രത്യക്ഷനായിരുന്നു. ഞാൻ സർവശക്തിയുള്ള ദൈവം, നീ എന്റെ മുൻപാകെ നടന്നു നമുക്കിനായി. മതി. അപ്പോൾ ദൈവം ഇങ്ങനെ പറയുന്നു, നീ എൻ്റെ മുമ്പായി നടന്ന് നിഷ്കളങ്കനായിരിക്കുക. അതിന്റെ അർത്ഥം എന്താണ്? നിഷ്കളങ്കൻ അല്ലായിരുന്നു, അല്ലേ? യു വാസ് നോട്ട് വാക്ക് ബിഫോർ മീ ആൻഡ് ബി ബ്ലെയിംലെസ്. അതിനു മുമ്പ് ബ്ലെയിം ഉണ്ട്. എന്തോ ബ്ലെയിം? ഹാഗാറിന്റെ വിഷയത്തിലാണ് ബ്ലെയിം. അപ്പോൾ ദൈവം അവനെ ഉറപ്പിക്കുകയാണ്, ഞാൻ സർവശക്തനായ ദൈവം. അപ്പൊ ഈ സമയത്തും അബ്രഹാമിന് ഇസ്ഹാക്കിനെ കിട്ടിയിട്ടില്ല. സോ ഗോഡ് ഈസ് ടെല്ലിങ്, വാക്ക് ബിഫോർ മീ ആൻഡ് ബി ബ്ലെയിംലെസ്. ഞാൻ നിനക്കെല്ലാം ചെയ്തു തരാം. സർവശക്തനായ ദൈവത്തെ അവൻ കാണും. ഈ ഒരു അധ്യായം വായിക്കുമ്പോൾ 17-ാം അധ്യായത്തില് ദൈവം അബ്രഹാമിന് 10 അനുഗ്രഹങ്ങൾ, ഞാൻ എണ്ണിയ കൂട്ടത്തിൽ ഞാൻ കണ്ടതാണ്, 10 അനുഗ്രഹങ്ങൾ കൊടുക്കുന്നു. ഈ സമയത്ത് അബ്രഹാമിന് 99 വയസ്സായി, ഇസ്മായേലിന് 13 വയസ്സായി. 75-ാം വയസ്സിൽ ദൈവം വാഗ്ദത്തം ചെയ്ത സന്തതി ഇതുവരെയും കൊടുത്തിട്ടില്ല. ആ സമയത്താണ് ദൈവം ഇതുപോലെ പറയുന്നത്. ഈ സമയത്ത് ദൈവം അവനെ വിളിച്ചിട്ട് പറയുന്നു, ഹി മേക്സ് എ കവനന്റ് വിത്ത് എബ്രഹാം, ഉടമ്പടി ചെയ്യുന്നു. 2, ഹി ബിക്കംസ്, ദൈവം പറയുന്നു, എനിക്ക് നിന്നോടൊരു നിയമമുണ്ട്, നീ ബഹുജാതികൾക്ക് പിതാവാകും. ഹി ബിക്കംസ് ദ ഫാദർ ഓഫ് നേഷൻസ്. 17:5 പറയുന്നു, നീ ഇനി അബ്രഹാമല്ല അബ്രഹാമായിരിക്കും. ഹി ചേഞ്ചസ് ഹിസ് നെയിം. 4th ബ്ലെസ്സിങ്, ദൈവം പറയുന്നു, ഞാൻ നിന്നെ അധികമായി വർദ്ധിപ്പിച്ചു, അനേക ജാതികളാക്കും, നിന്നിൽ നിന്ന് രാജാക്കന്മാർ ഉത്ഭവിക്കും. 5th ബ്ലെസ്സിങ്, അവന്റെ സന്തതികളുടെ കൂടെ അവനൊരു ഉടമ്പടി ചെയ്യുന്നു ദൈവം. 6ാമത്തെ ബ്ലെസ്സിങ്, ദേശം അവന് കാണിച്ചു കൊടുക്കുന്നു. ഈ ദേശം, വാഗ്ദത്ത ദേശം അവന് കാണിച്ചു കൊടുക്കുന്നു. 7ാമത്തെ ബ്ലെസ്സിങ്, സൈൻ ഓഫ് കവനന്റ്, ഉടമ്പടിയുടെ ഒരു അടയാളം, സർക്കംസിഷൻ, പരിച്ഛേദന. അത് ദൈവം അബ്രഹാമിന്റെ കുടുംബത്തിലും ഉറപ്പിക്കുന്നു. 8ാമത്തെ ബ്ലെസ്സിങ്, ദൈവം സാറായുടെ പേര് മാറ്റുന്നു. 9ാമത്തെ ബ്ലെസ്സിങ്, ഇസഹാക്കിനെ ദൈവം നൽകുന്നു. ഇതെല്ലാം 17-ാം അധ്യായത്തിലുണ്ട്. 10ാമത്തെ ബ്ലെസ്സിങ്, ഇസ്മായിലിനും ഒരു ബ്ലെസ്സിങ് കൊടുക്കുന്നു ദൈവം. ഇങ്ങനെ അബ്രഹാം ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ, ഇതൊക്കെ ദൈവം പ്രോമിസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അബ്രഹാമിന് മനസ്സിലായി ഇതെല്ലാം നടക്കും, സർവശക്തനായ ദൈവം ഇതെല്ലാം നടത്തിത്തരുമെന്ന് അബ്രഹാം മനസ്സിലായി. അങ്ങനെ അവൻ സർവശക്തനായ ദൈവത്തെ അവൻ കണ്ടു. 5, അവൻ ദൈവത്തെ കണ്ടത് എങ്ങനെയാണ്? നിത്യദൈവമായിട്ട് അവനെ കണ്ടു, ആസ് എൻ എവർലാസ്റ്റിംഗ് ഗോഡ്. ഉൽപ്പത്തി 21:33 കൊടുത്തിട്ടുണ്ട്. എബ്രഹാം ബേർശേബയിൽ വൃക്ഷം നട്ടു, നിത്യനായ യഹോവയുടെ നാമത്തിൽ അവതരിച്ച ആരാധകൻ. മതി. ഉൽപ്പത്തി 18 വരുമ്പോൾ ദൈവം പിന്നെയും അബ്രഹാമിനെ സന്ദർശിച്ചിട്ട് പറയുന്നു, ഞാൻ സൊദോം ഗൊമോറയെ നശിപ്പിക്കാൻ പോവാണ്. അബ്രഹാം ദൈവത്തോട് ഒരു ഓൾ നൈറ്റ് പ്രേയർ നടത്തി ചോദിച്ചു, കർത്താവേ, 50 പേരുണ്ടെങ്കിൽ നീ നശിപ്പിക്കുമോ? 40 പേരുണ്ടെങ്കിൽ നശിപ്പിക്കുമോ? നമുക്ക് ആ കഥകളൊക്കെ അറിയാം. അബ്രഹാമിന്റെ മെയിൻ ഉദ്ദേശം ലോത്തിനെയും ഭാര്യയും കുടുംബത്തെയും നശിപ്പിക്കുമെന്നായിരുന്നു. 10 വരെ വന്നിട്ട് പുള്ളി അങ്ങ് നിർത്തി. റൈറ്റ്? അപ്പം ദൈവം പറഞ്ഞു 10 പേരുണ്ടെങ്കിൽ നശിപ്പിക്കത്തില്ല. പിന്നെ ഒന്നും ചോദിച്ചില്ല.
എന്നിട്ട് ആ സംഭവം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദൈവം അവനെ വിട്ടു പോയി. രാവിലെ ആയപ്പോൾ പോയി. പക്ഷെ ഒരു കാര്യം നടന്നു. ലോത്തിനെയും കുടുംബത്തെയും ദൈവം രക്ഷിച്ചു. പ്രാർത്ഥനയാൽ, ഇന്റർസെഷൻ കാരണം, മധ്യസ്ഥ കാരണം ദൈവം ഒരു കുടുംബത്തെ രക്ഷിച്ചു. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ 18-ാം അധ്യായത്തിൽ ഇതൊക്കെ കാണാം. അത് കഴിഞ്ഞ് 19-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ സോദോം ഗൊമോറയെ നശിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാം. 20-ാമത്തെ അധ്യായത്തിൽ അബ്രഹാം വീട് മാറി, ഗെറാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് മാറി താമസിച്ചു. അപ്പോൾ ഗെറാറിലെ രാജാവ് സാറായെ ഇഷ്ടപ്പെട്ടു. സാറായെ വേണമെന്ന് പറഞ്ഞ് അവൻ മോഹിച്ചു. ദൈവം അവിടെ ഇടപെട്ടു. ഇതെല്ലാം കഴിഞ്ഞ് 21-ാമത്തെ അധ്യായത്തിൽ വരുമ്പം അബ്രഹാം തിരിഞ്ഞു നോക്കി. അപ്പോഴേക്കും അബ്രഹാമിന് എത്ര വയസ്സായി? 100 വയസ്സ് കഴിഞ്ഞു. ദൈവത്തെ അവൻ ഓർത്തു നോക്കി. ഇത്രയൊക്കെ ചെയ്ത ദൈവം അവന് ഒരു യാഗമർപ്പിച്ചു. യാഗമർപ്പിച്ചിട്ട് അതിന് 21-33 പറയുന്നു, യഹോവയുടെ നാമത്തിൽ അവിടെ വെച്ച് ആരാധന കഴിച്ചു. നിത്യദൈവമായ യഹോവയുടെ നാമത്തിൽ അവൻ ആരാധന കഴിച്ചു. അപ്പോൾ അബ്രഹാമിന് മനസ്സിലായി, ഇത്രയും നാൾ നടത്തിയ ദൈവം നാളെയും എൻ്റെ കൂടെ നടക്കും. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ജീസസ് ക്രൈസ്റ്റ് ദ സെയിം യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ഫോർ എവർ. ഈ ദൈവം നമ്മുടെ ഇന്നലകളിലും നമ്മുടെ ഇന്നത്തെ കാര്യങ്ങളിലും നാളത്തെ കാര്യങ്ങളിലും ദൈവം മാറാത്ത നിത്യദൈവമായിരിക്കുന്നു. ഇങ്ങനൊരു പരിജ്ഞാനം അബ്രഹാമിന് കിട്ടി. അവസാനമായിട്ട് അബ്രഹാം കണ്ട ദൈവം ആരാണ്? കരുതുന്ന ദൈവം, ആസ് ദ പ്രൊവൈഡർ ഗോഡ്. ഉൽപ്പത്തി 22:14 നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് അറിയാം. ഇസഹാക്കിനെ യാഗം കഴിക്കാൻ കൊണ്ടുപോയി സമയത്ത് ഇസഹാക്ക് ചോദിക്കുന്നു, അപ്പ വിറകൊണ്ട് തീ കൊണ്ട് യാഗത്തിനുള്ള മൃഗം എവിടെയെന്ന്. അപ്പോൾ അബ്രഹാം പറഞ്ഞു, ദൈവം കരുതിക്കൊള്ളും. എന്നിട്ട് ദൈവം കരുതിയോ? കരുതി. അപ്പോൾ ഇസഹാക്ക് തന്റെ അപ്പനായ അബ്രഹാമിനോട് അപ്പ എന്ന് പറഞ്ഞതിന് അവൻ എന്താകുന്നു മകനെ എന്ന് പറഞ്ഞു. തീയും വിറകുമുണ്ട്, എന്നാൽ ഹോമയാഗത്തിന് ആട്ടിൻകുട്ടി എവിടെയെന്ന് അവൻ ചോദിച്ചു. ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്ന് അബ്രഹാം പറഞ്ഞു. അങ്ങനെ അവർ ഇരുവരും ഒന്നിച്ചു നടന്നു. നമുക്ക് ആ സ്റ്റോറിയൊക്കെ അറിയാം. അത് കഴിഞ്ഞ് ഇസഹാക്കിനെ കൊല്ലാൻ പോകുന്ന സമയത്ത് ദൈവത്തിന്റെ ദൂതൻ വിളിച്ചു പറഞ്ഞു, ബാലന്റെ മേൽ കൈവെക്കരുത്. എന്നിട്ട് 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ പിമ്പുറത്തൊരു ആട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു. ദൈവം അതിനെ അയച്ചതാണ്. അബ്രഹാം ചെന്ന് ആട്ടിൻകൊറ്റനെ പിടിച്ച് തന്റെ മകന് പകരം ഹോമയാഗം കഴിച്ചു. അബ്രഹാം ആ സ്ഥലത്തിന് യഹോവ ഈര എന്ന് പേരിട്ടു. യഹോവയുടെ പർവ്വതത്തിൽ അവൻ പ്രത്യക്ഷനാകും എന്ന് ഇന്നുവരെയും പറഞ്ഞു വരുന്നു. സോ ഗോഡ് വിൽ യഹോവ ജീരെ, ജഹോവ ജൈറ, ഗോഡ് ഹു പ്രൊവൈഡ്സ്. ഒരു ഭക്തൻ ഇങ്ങനെ പറഞ്ഞു, അബ്രഹാം മകനെ കൊണ്ട് ഒരു വശത്തൂടെ മേളിലോട്ട് നടന്നപ്പോൾ അങ്ങേ വശത്തൂടെ ഈ ആട്ടുകൊറ്റനെ ദൈവം മേളിലോട്ട് അയച്ചു. സോ വെൻ യു ഗോ അപ്പ് ഇൻ ഒബീഡിയൻസ്, ഗോഡ് വിൽ ബ്രിങ് ദ ബ്ലെസ്സിങ്സ് ദി അതർ വേ. ഇതാണ് ദൈവത്തിന്റെ ഒരു കരുതൽ. അങ്ങനെ ഈ 6 കാര്യങ്ങൾ, 6 എൻകൗണ്ടേഴ്സ് ദൈവമായിട്ട് അബ്രഹാം നടത്തി. അബ്രഹാം ദൈവപരിജ്ഞാനത്തിൽ വളർന്നു. അബ്രഹാം പെർസ്യൂഡ് ദ നോളജ് ഓഫ് ഗോഡ്. എങ്ങനെയാണ്? തേജോമനായ ദൈവത്തെ കണ്ടു, ഗോഡ് ഓഫ് ഗ്ലോറി. 2, അവൻ അത്യുന്നതനായ ദൈവത്തെ കണ്ടു, ഗോഡ് മോസ്റ്റ് ഹൈ. 3, പരിപാലിക്കുന്ന ദൈവത്തെ അവൻ കണ്ടു, പ്രൊട്ടക്ടർ ഗോഡ്. 4, സർവശക്തനായ ദൈവത്തെ കണ്ടു, ഓൾമൈറ്റി ഗോഡ്. നിത്യനായ ദൈവത്തെ കണ്ടു, ദി എവർലാസ്റ്റിംഗ് ഗോഡ്. കരുതുന്ന ദൈവം അവൻ കണ്ടു, പ്രൊവൈഡർ ഗോഡ്. ദൈവമക്കളെ, ഈ ഒരു പരിജ്ഞാനം, ഈ ഒരു ഇടപെടൽ നമ്മൾ അബ്രഹാമിന്റെ ജീവിതത്തിൽ കണ്ടു. ഓരോ തലത്തിൽ ദൈവം അവനോട് ഇടപെട്ടു. ഇങ്ങനത്തെ ഒരു പരിജ്ഞാനത്തിന് വേണ്ടി നമ്മൾ ഉത്സാഹിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ അബ്രഹാമിന്റെ ഒരു പൊസിഷനിൽ എത്താൻ പറ്റത്തുള്ളൂ. നമുക്ക് ഒടുവിൽ അറിയാം, അബ്രഹാം സ്വർഗത്തിലിരിക്കുന്നത്. ധനവാന്റെ ലാസറിന്റെ കഥയിൽ നമുക്ക് കാണാം അബ്രഹാം സ്വർഗത്തിലിരിക്കുന്നത്, അല്ലേ? യേശു ക്രിസ്തു പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ഈ പരിജ്ഞാനത്തിൽ വളരുമ്പോൾ എങ്ങനെയാ വളരാൻ പറ്റുന്നത്? യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമേ നമുക്ക് ഈ പരിജ്ഞാനത്തിൽ വളരാൻ പറ്റത്തുള്ളൂ. യേശു ക്രിസ്തുവിലൂടെ ദൈവത്തിന്റെ മഹത്വത്തിന്റെ
ജ്ഞാനത്തിന്റെയും സ്നേഹത്തിന്റെയും അത്യന്തിക വെളിപ്പെടുത്തൽ യേശുവിന്റെ വ്യക്തിത്വത്തിൽ മാത്രം. ഇറ്റ് ഇസ് ഇൻ ദി ഇൻഡിവിജ്വൽ ഐഡന്റിറ്റി ഓഫ് ക്രൈസ്റ്റ്. വേറെ ആരുമല്ല. നമുക്ക് വി ആർ ലിവിംഗ് ഇൻ ദ ന്യൂ ടെസ്റ്റ്മെന്റ് അല്ലേ? ദൈവത്തിന്റെ പരിജ്ഞാനം വേണമെങ്കിൽ ഇറ്റ് ഇസ് ഓൺലി പോസിബിൾ ത്രൂ ജീസസ് ക്രൈസ്റ്റ്. ഈ പരിജ്ഞാനം അല്ലെങ്കിൽ ഈ നോളജ് ഓഫ് ഗോഡ്, ഹൗ ഡു വി ഗ്രോ, ഹൗ ക്യാൻ വി ഗ്രോ ഇൻ ദ നോളജ് ഓഫ് ഗോഡ്? 4 കാര്യങ്ങളാണ്. 1, ദൈവ ഭയത്തിൽ നമ്മൾ വളരണം. 2, ദൈവ വചനത്തിൽ നമ്മൾ വളരണം. 3, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തെ അനുസരിച്ചുകൊണ്ട് നമ്മൾ വളരണം. 4, പ്രാർത്ഥനയിലും ധ്യാനത്തിലും നമ്മൾ വളരണം. ഈ ഒരു സ്റ്റെപ്സ് നമ്മൾ ഫോളോ ചെയ്താൽ ദൈവ പരിജ്ഞാനം നമ്മളിൽ വളരും. നമ്മുടെ ഉത്സാഹം നമുക്ക് കൂടും. ദൈവത്തെ കൂടുതൽ അറിയാൻ നമുക്കൊരു വാഞ്ച വരും. ദൈവത്തെ അറിയുന്തോറും നമ്മൾ കൂടുതൽ അറിയാൻ തോന്നും. എത്ര വായിച്ചു കഴിഞ്ഞാലും, വചനം എത്ര വായിച്ചു കഴിഞ്ഞാലും, ദൈവത്തോട് അടുത്തിരുന്ന് എത്ര സമയം സ്പെൻഡ് ചെയ്താലും കൂടുതൽ നമുക്ക് ദൈവത്തിന്റെ പരിജ്ഞാനത്തിൽ വളരുവാൻ കഴിയും. സ്മിത്ത് വിഗിൾസ്വർത്ത് എന്ന് പറഞ്ഞൊരു ദൈവഭക്തൻ ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്നു 1900s. അദ്ദേഹം he never prayed for more than half an hour. 1/2 മണിക്കൂർ കൂടുതൽ പ്രാർത്ഥിക്കുന്നു. പക്ഷേ he never went without praying for half an hour. 1/2 മണിക്കൂറിനുള്ളിൽ പുള്ളി അടുത്ത പ്രാർത്ഥന പ്രാർത്ഥിച്ചിരിക്കും. അത്രമാത്രം ദൈവമായിട്ടുള്ള ഒരു കണക്ഷനായിരുന്നു. അതുകൊണ്ട് എന്ത് പറ്റി? അദ്ദേഹം 18 പേരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഡെഡ് റേസ് ടു ലൈഫ്, ഇൻക്ലൂഡിങ് ഹിസ് വൈഫ്. അത്രമാത്രം ശക്തിയാണ് ആ ഭക്തന്. അപ്പോൾ ഈ ദൈവപരിജ്ഞാനത്തിൽ യേശുക്രിസ്തുവിൽ കൂടി മാത്രമാണ്. അങ്ങനെ യേശുക്രിസ്തുവിൽ നമ്മൾ കൂടുതൽ അടുത്തു കഴിയുമ്പോൾ ദൈവം നമുക്ക് ഓരോ ആലോചനകൾ തരും. ദൈവം ഓരോ നമുക്ക് ദൗത്യങ്ങൾ തരും. ദൈവം യേശു നമ്മളെ പുതുതാക്കും, നമ്മളെ രൂപാന്തരപ്പെടുത്തും. അങ്ങനെ രൂപാന്തരപ്പെടുത്തി ഒത്തിരി പേര് ഈ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് പോയി ദൈവത്തെ അറിയിക്കുവാൻ, ദൈവത്തിന്റെ സ്നേഹത്തെ അറിയിക്കുവാൻ, സുവിശേഷം അറിയിക്കാൻ അനേകർ പോയി. അവർ പറയുന്നു ദിസ് ഇസ് നോട്ട് ഇനഫ്. ദൈവത്തെ കൂടുതൽ അടുക്കും തോറും ദൈവത്തിൽ നമ്മുടെ പരിജ്ഞാനം കൂടിക്കൊണ്ടേയിരിക്കും. അതൊരിക്കലും കുറഞ്ഞു പോകാത്തൊരു വറ്റിപ്പോകാത്തൊരു ഉറവയാണ്. ഇംഗ്ലീഷിൽ ഒരു ഫ്രേസ് ഇങ്ങനെയുണ്ട്, യു ഡ്രിങ്ക് എ കപ്പ് ആൻഡ് യെറ്റ് ദി ഓഷ്യൻ റിമെയിൻസ്. അതുപോലാണ് ദൈവം. എത്ര നമ്മൾ അനുഭവിച്ചാലും മതി വരാത്തൊരു ദൈവമാണ്. C.T. സ്റ്റഡ് എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് മിഷണറിയെ കുറിച്ച് ഞാൻ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്. C.T. സ്റ്റഡ് ഒരു ധനാഢ്യ കുടുംബത്തിൽ ജനിച്ച ഒരു മകനാണ്. അദ്ദേഹം 25-ാം വയസ്സിൽ ചൈന ഇൻലാൻഡ് മിഷന് വേണ്ടി സുവിശേഷകനായിട്ട് പോയി. ഏകദേശം 1885 പോയത്. 1900 ആയപ്പോഴേക്കും രോഗം ബാധിച്ച് തിരിച്ചു വന്നു ഇംഗ്ലണ്ടിൽ. അത് കഴിഞ്ഞും പുള്ളിക്ക് വാഞ്ചിയുണ്ടായിരുന്നു. ദൈവം ചോദിച്ചു, നിനക്ക് പോകാൻ ആഗ്രഹമുണ്ടോ? അങ്ങനെ ഇന്ത്യയിൽ വന്നു. ഇന്ത്യയിൽ ഊട്ടിയിൽ താമസിച്ച ഒരു മിനിസ്റ്ററായിട്ട് സേവനം അനുഷ്ഠിച്ചു. വൈഫിന് അസുഖം പിടിച്ച് തിരികെ പോകേണ്ടി വന്നു. 1913 അഗെയിൻ ദൈവം ചോദിച്ചു, നിനക്ക് പോകാൻ ആഗ്രഹമുണ്ടോ? അവൻ പറഞ്ഞു യെസ്, ദൈവത്തിന് വേണ്ടി ഞാൻ എന്തും ചെയ്യാം. ഹി വെന്റ് ടു ബെൽജിയം, കോങ്കോ, ഇപ്പോഴത്തെ DRC. കോങ്കോയിൽ പോയി 18 വർഷം സുവിശേഷം പുള്ളി അറിയിച്ചു. C.T. സ്റ്റഡ് ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ക്യാപ്റ്റനായിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ 100 മുറികളായിരുന്നു. ഇതെല്ലാം വിട്ടേച്ചാണ് ദൈവത്തിന് വേണ്ടി ഇറങ്ങിയത്. അദ്ദേഹം പറഞ്ഞു, സം ലൈക്ക് ടു ലിവ് വിത്തിൻ എ യാർഡ് ഓഫ് ചർച്ച് ഓർ ചാപ്പൽ ബെൽ. അതായത് പള്ളിയുടെ അടുത്ത് നിൽക്കാൻ പലർക്കും ആഗ്രഹം, പല മിഷനിലാണ്. ബട്ട് ഐ വുഡ് ലൈക്ക് ടു ലിവ് വിത്തിൻ എ യാർഡ് ഓഫ്, ഐ വുഡ് ലൈക്ക് ടു ബിൽഡ് എ റെസ്ക്യൂ മിഷൻ വിത്തിൻ എ യാർഡ് ഓഫ് ഹെൽ. നരകത്തിന്റെ അറ്റത്ത് നിന്ന് അവിടെ ഒരു റെസ്ക്യൂ മിഷൻ ഉണ്ടാക്കാനാണ് എൻ്റെ ആഗ്രഹമെന്ന് C.T. സ്റ്റഡ് പറഞ്ഞു. നമുക്കറിയാം ഡേവിഡ് ലിവിങ്സ്റ്റൺ, ദ പയനിയർ ആഫ്രിക്കൻ മിഷണറി, അനേക വർഷങ്ങൾ ദൈവത്തിന് വേണ്ടി ഓടിയൊരു ഭക്തനാണ്. ഒരു പ്രൊഫഷണൽ മെഡിക്കൽ ഡോക്ടറാണ്. ഡേവിഡ് ലിവിങ്സ്റ്റണും അദ്ദേഹത്തിൻ്റെ ബ്രദർ റിച്ചർഡ് ലിവിങ്സ്റ്റൺ രണ്ടുപേരും ഡോക്ടേഴ്സാണ്. റിച്ചർഡ് ലിവിങ്സ്റ്റൺ പറഞ്ഞു, എനിക്ക് സുവിശേഷത്തിനൊന്നും പോകാൻ ആവശ്യമില്ല.
ഞാൻ എൻ്റെ പ്രൊഫഷണൽ ലൈഫ് ഞാൻ മുമ്പോട്ട് കൊണ്ടുപോകും. ഡേവിഡ് ലിവിങ്സ്റ്റൺ ദൈവത്തിൻ്റെ വിളി കേട്ട് ആഫ്രിക്കയിലെടുത്ത് തിരിച്ചിറങ്ങി. ഇന്ന് ബ്രിട്ടീഷ് എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയിൽ റിച്ചർഡ് ലിവിങ്സ്റ്റണിനെ പറ്റി ഒരു പാരഗ്രാഫ്, ഒരു ലൈനെ കൊടുത്തിട്ടു ദാറ്റ് ഹീ ഈസ് ദ ബ്രദർ ഓഫ് ഡേവിഡ് ലിവിങ്സ്റ്റൺ. ഡേവിഡ് ലിവിങ്സ്റ്റണിനെ പറ്റി 14 പേജുണ്ട്. ദൈവം കൊടുക്കുന്ന മാന്യത. ഈ ഡേവിഡ് ലിവിങ്സ്റ്റൺ അനേകം മൈലുകൾ യാത്ര ചെയ്തു. ഒടുവിൽ ഭാര്യ നഷ്ടപ്പെട്ടു. കുറച്ച് നാൾ കഴിഞ്ഞാൽ 2 മക്കളും നഷ്ടപ്പെട്ടു. എന്നിട്ട് ദൈവം ചോദിച്ചു, ഡേവിഡ്, ഡു യു സ്റ്റിൽ വാണ്ട് ടു ഗോ? അപ്പോൾ ഡേവിഡ് ലിവിങ്സ്റ്റൺ ഇങ്ങനെ പറഞ്ഞു, ലോർഡ്, ഐ വിൽ ഗോ വെയറെവർ യു വാണ്ട്, പ്രൊവൈഡഡ് യു ഗോ വിത്ത് മീ. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ റിസ്പോൺസ്. അപ്പോൾ ഈ ഭക്തന്മാരുടെ ജീവിതത്തിൽ നമുക്ക് അറിയാൻ പറ്റും എത്രമാത്രം ദൈവത്തോട് അടുത്തു, ദൈവ പരിജ്ഞാനത്തിൽ അവൾ വളർന്നു. യേശുക്രിസ്തുവിനോട് അടുത്ത് ജീവിക്കുമ്പോൾ യേശുക്രിസ്തു അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചാലും ദൈവം അവരോട് കൂടെ ഉണ്ടായിരുന്നു. ദൈവത്തിന് വേണ്ടി അവർ നിന്നു. ദൈവമക്കളെ, നമ്മൾ ഇന്ന് പകൽക്കാലം നമ്മൾ ചിന്തിച്ചതുപോലെ അബ്രഹാം ദൈവത്തെ പല വ്യത്യസ്ത തലത്തിൽ കണ്ടു. അതുകൊണ്ട് അബ്രഹാം എന്തായി? വിശ്വാസികളുടെ പിതാവായി. He was a friend of God. ദൈവത്തിന്റെ സ്നേഹിതനാണ്. വേദപുസ്തകത്തിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. He was a father of believers. He was a patriarch. He was a founder of Israel. He was the most obedient person in the whole world. ആ ഒരു ബഹുമാനം അബ്രഹാമിന് കൊടുത്തു. എന്തുകൊണ്ടാണ്? ദൈവത്തെ കൂടുതൽ അറിയുവാനുള്ള ആഗ്രഹം അബ്രഹാമിന് ദൈവം കൊടുത്തു. ഈ പരിജ്ഞാനത്തിൽ നമ്മളും വളരണം. അനേകരും ഈ ദൈവത്തെ കാണാതെ പോയിട്ടുണ്ട്, ഇപ്പോഴും കാണാതിരിപ്പുണ്ട്. നമ്മൾ കണ്ടവർ ഈ ദൈവത്തെ പറ്റി നമ്മൾ പറയണം, അനേകരോട് പറയണം. അനേകരെ ദൈവത്തിലേക്ക് കൊണ്ടുവരുവാൻ ഈ ദൈവത്തെ നമ്മൾ ഘോഷിക്കണം, ഈ ദൈവത്തെ പറ്റി പറയണം. ഓൺലി ദെൻ ആ ലൈഫ് വിൽ ബി കംപ്ലീറ്റ്. അല്ലെങ്കിൽ നമ്മളിവിടെ വെറുതെ ജീവിച്ച് വി ആർ എക്സിസ്റ്റിംഗ്. ദൈവം നമ്മളെ ജീവിക്കാനാണ് വിളിച്ചത്, അല്ലാതെ ഇങ്ങനെ നമ്മൾ ചിലരോട് ചോദിക്കുമ്പോൾ ഇങ്ങനെ കഴിഞ്ഞു കൂടുന്നു, അതല്ല. We are called to live. We are not called to exist. Animals exist. Other things exist. But we are called to live. ഈ ഒരു പ്രത്യാശയോടെ, ഈ ഒരു ഉറപ്പോടെ, ദൈവം തരുന്ന ഒരു ഉറപ്പോടെ നമുക്ക് പോകാം. ദൈവ പരിജ്ഞാനത്തിൽ നമ്മൾ വളരാം, മുന്നേറാം. അതുപോലെ അനേകരെ നമ്മൾ ഒരുക്കാം. നമ്മൾ ഇന്ന് കേട്ടു, അനേകര് ഇവിടുത്തെ ബ്രദേഴ്സൊക്കെ പറഞ്ഞു, കർത്താവിൻ്റെ 2ാമത്തെ വരവിൽ നമ്മളെല്ലാവരും കാണപ്പെടണം. That is the only hope. നമ്മളിവിടെ ജീവിക്കുന്ന അതിനു വേണ്ടിയാ. The essence of knowing Christ, the ultimate objective is to reach eternity. നിത്യതയിലേക്ക് എത്തണം. That is the only hope. ബാക്കി എല്ലാം ഇവിടെ വേസ്റ്റ് ആകും. The only thing that will last till eternity is your commitment. നമ്മുടെ ക്യാരക്ടർ മാറത്തില്ല. It will be there. ദൈവത്തിന് വേണ്ടി ജീവിച്ചാൽ we will live in eternity with Christ. ഈ വാക്കുകളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയ്ക്കായി നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഇന്ന് ലഭിച്ച ശുശ്രൂഷകളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവത്തിൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ നാം ഏത് വംശക്കാരായിരുന്നാലും ഏത് അവസ്ഥയിലായിരുന്നാലും നമ്മെ കൂട്ടിച്ചേർക്കുന്ന ഒരു ദൈവം, നമുക്ക് വേണ്ടി ഭവനം ഒരുക്കുന്നതായ ഒരു ദൈവത്തെക്കുറിച്ച് സങ്കീർത്തനത്തിൽ കൂടെ കേൾക്കുവാനിടയായല്ലോ. തുടർന്ന് കർത്താവിൻ്റെ ദാസനിൽ കൂടെ, പ്രിയ വിജുബ്രതനിൽ കൂടെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം, ദൈവത്തെക്കുറിച്ച് പരിജ്ഞാനം ലഭിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളെക്കുറിച്ച് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ കൂടെ നമ്മെ വരച്ചു കാണിച്ചല്ലോ. അത്യുന്നതനായ ദൈവത്തെ കാണുവാൻ, തേജോമനായ ദൈവത്തെ കാണുവാൻ, അങ്ങനെ അനേക അനുഭവങ്ങളിൽ കൂടെ ദൈവത്തെ കാണുവാൻ നമ്മെ ഇടയാക്കും എന്നോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പരിപാലിക്കുന്ന ദൈവമുണ്ട്, സർവശക്തനായ ദൈവമുണ്ട്, നിത്യനായ ദൈവമുണ്ട്,
കരുതുന്നതായ ദൈവമുണ്ട്. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ആ ദൈവജനം പകർന്നു തന്ന കർത്താവിൻ്റെ ദാസനോട് കൂട്ടായ്മയായിട്ടുള്ള സ്നേഹവും നന്ദിയും ഈ സമയത്ത് അറിയിക്കുന്നു. പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, നീ ഞങ്ങളെ കൂട്ടിവരുത്തിയല്ലോ. നിന്റെ ദാസൻ പ്രഭാതത്തിൽ ഭാരപ്പെട്ടപ്പോൾ, എന്താകുമെന്ന് പ്രയാസപ്പെട്ടപ്പോൾ ഞങ്ങളുടെ മധ്യത്തിൽ കൂട്ടിക്കൊണ്ടുവന്ന് ബലപ്പെടുത്തി ശുശ്രൂഷ ചെയ്യുവാൻ നിങ്ങളുടെ ദാസനെ ബലപ്പെടുത്തിയതോർത്ത് ദൈവത്തിന് സ്തോത്രം. നീ ഞങ്ങളുടെ ദൈവമാ, ഞങ്ങളുടെ പരിപാലകനാ, നീ മയങ്ങാത്തവനോ ഉറങ്ങാത്തവനാ. ആ ദൈവത്തിൽ ആശ്രയിപ്പാൻ ഞങ്ങൾക്കും കൂട്ടായ്മയായി ഇന്നുവരെ ഇടയാക്കിയതോർത്ത് സ്തോത്രം. കർത്താവേ, ഇന്നത്തെ ശുശ്രൂഷകളൊക്കെ അങ്ങയുടെ നാമമഹത്വത്തിനായി തീരുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സൂക്ഷിച്ച നിന്റെ മക്കളെയൊക്കെ ബലപ്പെടുത്തണം. നേതൃത്വം നൽകിയ പ്രിയപ്പെട്ടവർക്കായ സ്തോത്രം. ഞങ്ങളുടെ കുടിച്ചാനായ പ്രത്യേകാലം പ്രാർത്ഥിക്കുന്നു. ദാസനെ ശരീരത്തിൽ ബലപ്പെടുത്തണമേ. കർത്താവേ, ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആവശ്യനായി രാജപുരനായിട്ടൊക്കെ പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാവർക്കായും സ്തോത്രം. കർത്താവേ, ഇവിടെ വഴിയിൽ നിന്റെ സാന്നിധ്യം ഉണ്ടാകണമേ. ശത്രു ഞങ്ങളെ തൊടലേ, ദുഷ്ടൻ ഞങ്ങളിൽ യാതൊരു അവകാശവുമില്ല. പിതാവിന്റെയും പുത്രന്റെയും ശക്തിക്കും ഞങ്ങളുടെ ജീവിതത്തിന്മേൽ അവകാശമില്ല. ഈ ബലത്തോടെ പോകുവാൻ ഞങ്ങളെ സഹായിച്ചാട്ട്. ഞങ്ങൾ വ്യക്തിപരമായി പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മേലെ, ഞങ്ങൾ മധ്യസ്ഥ വിഷയത്തിന്റെ മേലെ ദൈവം പ്രവർത്തിച്ചു. അതിനായി സ്തോത്രം. മഹത്വം കർത്താവിന്. യേശുവിൻ്റെ പൊന്നുനാമത്തിൽ അടിയങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അവിടുന്ന് ദൈവത്തെ കേൾക്കണമേ. ആമേ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ട സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷവും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടനിൽ നിന്ന് രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും കൂട്ടായ്മയും കർത്താവെ ഞങ്ങളെ കേൾപ്പിച്ച വചനത്തോടുകൂടിയും ആ വചനം ഞങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് ജീവിക്കുന്ന അനുഭവത്തോടു കൂടിയും വചനം ശുശ്രൂഷിച്ച അവിടുത്തെ ശ്രേഷ്ഠദാസനോടുകൂടിയും ദാസന്റെ തുടർന്നുള്ള ശുശ്രൂഷകളോടുകൂടിയും അവിടുത്തെ സന്നദ്ധയിൽ ഞങ്ങൾ സമർപ്പിച്ച എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളോടുകൂടിയും ഇന്നും എന്നേക്കും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വരണമേ. പ്രൈസ് ദി ലോർഡ്. അടുത്ത ആഴ്ച നമുക്ക് മീറ്റിംഗ് ഉണ്ടായിരിക്കുന്നതാണ്. അടുത്ത ആഴ്ച നമ്മുടെ ഈ ഫാസ്റ്റിംഗ് പ്രയറിലെ ഇവിടെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തുടങ്ങി ഇവിടെ വന്ന് മാതാപിതാക്കളോട് ഒന്നിച്ച് വന്ന് ഒരു സ്റ്റുഡൻറ്റ് ഇവിടെ പഠിച്ച് സഞ്ജു മാത്യു, നമ്മുടെ സ്മിതയുടെ ബ്രദറാണ്. സ്മിതയും